പിന്നെ എനിക്ക് തുടങ്ങാ. എനിക്ക് ആശുപത്രി പോണം. ആശുപത്രി മീൻസ് ഈ ആശുപത്രിയിലല്ല, പണ്ട് കണ്ടോണ്ടിരുന്ന സ്ഥലത്ത് പോയിട്ട് എനിക്ക് സ്പ്രേ കിട്ടും ഇങ്ങനെ മൂക്കിലടിക്കാൻ. അത് തന്നാലും എനിക്ക് മാറും. അതല്ല, അതൊന്നും മോന്റെ ഇല്ല. അത് മോനക്ക് അലർജി അല്ലല്ലോ. ഡെലിവറി ഇട്ടോട് പോട്ടാ, ആടാവും കറുത്ത പുറവും എനിക്ക് എന്താ ഈ ബനിയൻ ഇട്ടാ മതി. ടീച്ചറെ മുഴുവൻ ടീച്ചർ ഓഫ് ചെയ്താൽ മതി, മാം ഓഫ് ചെയ്താൽ മതി, ഫുൾ ഓഫ് ചെയ്യാ പ്ലീസ്. മാം അത് അൺമ്യൂട്ട് ചെയ്യോ, ഓൾ ഓഫ് നോൺ മ്യൂട്ട്. ഇതിനാണ് ഇറക്കൊണ്ട് കുനിഞ്ഞു നിന്നാലൊന്നും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതെല്ലാം കാലടക്കാടാത്ത പുള്ള വന്ന് പിടിക്കൂട്ടാ. Hello, good morning. Good morning, ma'am. Good morning. Good morning. Morning, ma'am. Good morning, ma'am. Morning, ma'am. Morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, miss. Okay, I think all are doing well. അല്ലേ? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? Yes, ma'am. Yes, ma'am. Yes, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കേൾക്കണം. എല്ലാവരും ഫൈൻ ആയിട്ടിരിക്കുന്നു, എവറിത്തിങ് ഗോയിങ് ഗുഡ് എന്ന് കേൾക്കണം. ഇതൊക്കെയാണ് ഇഷ്ടം കേൾക്കാനായിട്ട്. സോ I think now all are mute. അല്ലേ? മ്യൂട്ട് ചെയ്തിരിക്കുകയാണല്ലോ എല്ലാവരും. Is there any disturbance in my sound? ഉണ്ടോ? ഇല്ല. That means everything is okay. Echo ഉണ്ടോ? Any problem? ഇല്ലാന്നാണ് എല്ലാവരും പറയുന്നത്. That means okay. എല്ലാവരും ഇല്ലാന്നാണ് പറയുന്നത്. പ്രശ്നമൊന്നുമില്ല, സൗണ്ട് ഒന്നും കുഴപ്പമില്ല എന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അതിന്റെ അർത്ഥം എല്ലാവരുടെയും ഡിവൈസ് മ്യൂട്ട് ആണ്. ഇൻ ബിറ്റ്വീൻ ആരും അൺമ്യൂട്ട് ചെയ്യരുത്. ഇപ്പൊ ക്ലിയർ ആണ്. ഇടയ്ക്ക് ഇവിടെ ആരോ ഇത് ഓണാക്കി വെച്ചിട്ട് ഒത്തിരി സംസാരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ സംസാരിക്കാം, ബട്ട് നിങ്ങളുടെ ഡിവൈസ് മ്യൂട്ട് ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾക്ക് സംസാരിക്കാം. ഒരു ടീച്ചർ ക്ലാസ് കഴിഞ്ഞ് പോയി, അടുത്ത ടീച്ചർ കുറച്ച് 2 മിനിറ്റ് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തു. ആള് സ്റ്റോപ്പ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ആളെ കുറെ പേര് ഇവിടെ കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, മ്യൂട്ട് എന്ന് പറഞ്ഞിട്ട്. മൈൻഡ് ചെയ്യാനായിട്ട് ചിലപ്പോ ആളങ്ങനെ ഇച്ചിരി നീങ്ങിയിരുന്നിട്ടായിരിക്കും സംസാരിക്കുക. നമ്മൾ വിളിക്കുന്നതൊന്നും ഇവിടെ കേൾക്കുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങളത് അൺമ്യൂട്ട് ചെയ്തപ്പോ നിങ്ങളത് മ്യൂട്ട് ചെയ്യാനായിട്ട് മറന്നു പോയെന്നാണ്. അപ്പൊ നമ്മളത് മ്യൂട്ട് ചെയ്യുക അപ്പൊ തന്നെ മ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. നമ്മളിവിടെ ഓൾ മ്യൂട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോ ക്ലാസ്സസ് എടുക്കുമ്പോൾ എല്ലാവരും ഓൾ മ്യൂട്ട് കൊടുക്കാണ്. കാരണം ഇൻ ബിറ്റ്വീനില് ഇതൊന്നും കേൾക്കാണ്ട് ഇടയിൽ ആരൊക്കെയോ കയറുന്നുണ്ട്. ഇടയിൽ ആരൊക്കെ കയറുന്ന വെച്ചല്ലേ, നമ്മൾ ക്ലാസ് തുടങ്ങി ഇൻ ബിറ്റ്വീൻ ചിലപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാകാം, 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാകാം. ഇടയ്ക്ക് ചിലര് പെട്ടെന്ന് വെപ്രാളത്തിലൊക്കെ ഓടി വന്ന് കയറും. സൗണ്ട് മ്യൂട്ട് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യും, ജോയിൻ കൊടുക്കും. അപ്പോഴാണ് ഈ പെട്ടെന്ന് ഉണ്ടാകുന്ന സൗണ്ട്. അങ്ങനെ വരുമ്പോഴും ആദ്യത്തേക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫ്ലോ അവിടെ ബ്രേക്ക് ചെയ്യും. അപ്പൊ നമുക്ക് പ്രശ്നമാകുമല്ലോ. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. എല്ലാവരും മ്യൂട്ട് ചെയ്തതിനു ശേഷം ജോയിൻ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് മറക്കരുത്. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ ഓൾ മ്യൂട്ട് കൊടുത്തിട്ടായിരിക്കും ക്ലാസ്സസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെയല്ലേ എല്ലാവരും ചെയ്യുന്നത്? ഓൾ മ്യൂട്ട് കൊടുത്തിട്ടല്ലേ?
അതെ. യെസ്. സോ ഐ എം ഗോയിങ് ടു മ്യൂട്ട്. നിങ്ങളെ മ്യൂട്ട് ചെയ്യാണ്. സോറി, മ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, നമ്മള് എവിടെ വരെയൊക്കെയാ പഠിപ്പിച്ച് നിർത്തിയതൊക്കെ വല്ല ഓർമ്മയുണ്ടോന്ന് ആർക്കറിയാം? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വരെ പറഞ്ഞു. ചോദിക്കാം. സ്നേഹ, എവിടെ വരെയാ നമ്മൾ എടുത്തേ? ലാസ്റ്റ് ഏതിലാ പറഞ്ഞു നിർത്തിയേ? സ്നേഹ പറയാമോ? സ്നേഹയില്ല. അനു ഉണ്ടോ? അനു, ഒന്ന് പറയാമോ? അന്നു, യെസ്. അന്നു പറയാമോ എവിടെ വരെ നമ്മൾ നിർത്തിയത്? നമ്മള് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഓരോ ഇതായിട്ട് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എടുത്തിട്ട് അതിൽ കാഷ്വാലിറ്റി എന്താണെന്നും കാർഡിയോളജി എന്താണെന്നും ഡെർമറ്റോളജി, ENT, ജെനറ്റിക്സ്, ഗ്യാസ്ട്രോ എൻട്രോളജി എന്താണെന്ന് പറഞ്ഞു വെച്ചേക്കുമായിരുന്നു. അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞെടുത്തത്. ഓക്കെ, ഗ്യാസ്ട്രോ എൻട്രോളജി വരെയാണ് പറഞ്ഞു നിർത്തിയത് എന്നാണ് നമുക്കറിയാം. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ അനു മ്യൂട്ട് ചെയ്തേക്കാം. ഓക്കെ, ഇത്ര വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഗ്യാസ്ട്രോ എൻട്രോളജി എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്? ഗ്രീജ പറയാമോ? ഗ്യാസ്ട്രോ എൻട്രോളജി വാട്ട് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് മെന്റ് ഫോർ? എന്തിനു വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആ ഗ്യാസ്ട്രോ എൻട്രോളജി? നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിച്ചൊക്കെ നോക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു നോട്ട് തന്നതാണ് എനിക്ക് ഓർമ്മ. റീജയോടാ ചോദിച്ചത്. റീജ ഇസ് ദ മേഡം സ്റ്റൊമക്കിൽ വരുന്ന ഡിസീസുകൾ സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ, സ്മോൾ ഇൻഡസ്റ്റൈൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾക്കുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. കൂടുതലായിട്ട് നമ്മൾ പഠിക്കും എന്തൊക്കെയാണ് അതിനകത്ത് കൂടുതൽ ഈ സ്റ്റൊമക്കിനകത്ത് എന്തൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ളത് അതൊക്കെ വിശദമായിട്ട് പഠിക്കാറുണ്ട്. ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ട് പോലെ നമ്മൾ എഴുതിയിരുന്നു. ഐ തിങ്ക് ഗ്യാസ്ട്രോ എൻട്രോളജി വരെ നമ്മൾ എഴുതിയിട്ടുണ്ടോ? സുമി മോൾ അറിയാമോ? സുമി Yes, ma'am. Have we written the notes of short notes up to gastroenterology? ഞാൻ അതാ ചോദിച്ചത്. വായു സംബന്ധമായ വയറു രോഗങ്ങൾ, ഉദര രോഗങ്ങൾ. അല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. അവിടെ വരെ നോട്ട് എഴുതിയോ? ഷോർട്ട് നോട്ട് പോലെ ഗ്യാസ്ട്രോഎൻട്രോളജി ഒരു ഹൈഫൻ എന്താണെന്ന് എഴുതിയിരുന്നോ? എഴുതിയിട്ടുണ്ട്. യെസ്, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞത്. ഒത്തിരി ഒരു എന്താ പറയാ, നമ്മളുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ മ്യൂട്ട് ചെയ്തോളട്ടാ. ഞാൻ മ്യൂട്ട് കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഏത് തരത്തിലുള്ള രോഗങ്ങളാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ദിവസം. ഈ നമ്മളുടെ ഈ ഔട്ട് പേഷ്യന്റ് സർവീസസിൽ വിച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങളില് കാഷ്വാലിറ്റി, കാർഡിയോളജി, ഡെർമറ്റോളജി, ENT, ജെറിയാട്രിക്സ് ആൻഡ് ഗ്യാസ്ട്രോ എൻട്രോളജി ഇതുവരെയുള്ളത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ഓരോന്നിനും കുഞ്ഞു കുഞ്ഞു explanation കൊടുത്തു. ഇത് ഇന്നത് കാഷ്വാലിറ്റി where the patients are brought into the hospital by an ambulance in emergency situation. ഒരു അത്യാഹിതമായിട്ടുള്ള സാഹചര്യത്തിൽ പേഷ്യൻസിനെ ഹോസ്പിറ്റലുകളിലേക്ക് എത്തിക്കുന്നത് ആംബുലൻസിൽ വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ആംബുലൻസിൽ എത്തിക്കുകയാണെങ്കിൽ അത്തരം പേഷ്യൻസിനെ കൊണ്ടുപോകാനുള്ള സ്ഥലമാണ് കാഷ്വാലിറ്റി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ഒരു ഷോർട്ട് നോട്ട് നമ്മൾ എഴുതിയിരുന്നു. കാർഡിയോളജി ഈസ് ദ മെഡിക്കൽ ട്രീറ്റ്മെന്റ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ടു അവർ ഹാർട്ട് പ്രോബ്ലംസ്. നമ്മുടെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് പ്രതിവിധി അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ, അത്തരം രോഗങ്ങളെ ഡയഗ്നോസിസ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് അത് അത്തരം കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി എന്ന് നമ്മൾ എഴുതി. ഡെർമറ്റോളജി ദ പ്രോബ്ലംസ് ഓഫ് അവർ സ്കിൻ, ഹെയർ, നെയിൽസ് ആൻഡ് കോസ്മെറ്റിക് പ്രോബ്ലംസ് അല്ലെ. നമ്മുടെ എന്താ പറയാ ത്വക്ക് രോഗങ്ങള്, ത്വക്ക് സംബന്ധമായ രോഗങ്ങള്, നെയിൽസ് സംബന്ധമായ, നഖം സംബന്ധമായ രോഗങ്ങള്, പിന്നെന്താ പറയാ ഹെയർ പ്രോബ്ലംസ്, ഒത്തിരി ഹെയർ പ്രോബ്ലംസ്, ഹെയർ ഇഷ്യൂസ് നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഹെയർ ഫോള്, ഹെയർ ലോസ്, അങ്ങനെ തന്നെ അല്ലെ നമുക്ക് അറിയാം. ഒത്തിരി ഉണ്ട്, ഡാൻഡ്രഫ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസിനൊക്കെ വേണ്ടിയിട്ടും മാത്രമല്ല കോസ്മെറ്റിക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡിഫറെന്റ് കമ്പനിയുടെ കോസ്മെറ്റിക്സ് നമ്മൾ കൂടുതൽ
ഫേസസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഫേസസിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ അങ്ങനെയുള്ളതിനൊക്കെ ചിലതിനൊക്കെ വരുമ്പോൾ ചില ആളുകൾക്ക് അതൊക്കെ അതിനൊക്കെ സൈഡ് എഫക്ട് ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഉണ്ടായി കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകാം ഇതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിന് എന്റെ സ്കിന്നിന് ആപ്റ്റ് ആയിട്ടുള്ളതല്ല എന്ന് മനസ്സിലാകുന്നത്. സോ വി ഹാവ് ടു ഗോ ഫോർ എ ട്രീറ്റ്മെന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് മാറ്റി കിട്ടാനുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടി പോകും. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെർമറ്റോളജി എന്ന് നമ്മൾ കണ്ടു. ദെൻ ഇയർ നോസ് ത്രോട്ട്, നമ്മുടെ ചെവി, അതുപോലെ തന്നെ നമ്മുടെ മൂക്ക് അല്ലെ, ശ്വസിക്കുന്ന അവയവത്തിന്റെ ഉള്ളിൽ കൂടി പോകുന്ന പാസേജ് ഉൾപ്പെടെ, നേസൽ പാസേജ് ഉൾപ്പെടെ. മൂക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു മൂക്ക് ഇങ്ങനെ ഇരിക്കുന്നത് മാത്രമല്ല, ഇത് നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ ടേക്കിംഗ് ഇൻ എയർ, നമ്മൾ അകത്തേക്ക് ശ്വാസം എടുക്കുന്ന സമയത്ത് ഇറ്റ് ഹാവ് ടു ബി പാസ്ഡ് ത്രൂ, ആ ഒരു എന്താ പറയാ പാസേജ് കൂടി അത് കടന്ന് ഇറ്റ് ഷുഡ് റീച്ച് അവർ ഹാർട്ട്, നമ്മുടെ ഹാർട്ടിലേക്കും മറ്റുമൊക്കെ എന്ത് ചെയ്യണം, അത് എത്തണം അല്ലെ, അവിടേക്ക് ആവശ്യമായ ഓക്സിജൻസ് ഒക്കെ എത്തണം. അങ്ങനെ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള പാത്വേ ഉൾപ്പെടെ അതുപോലെ തന്നെ തൊണ്ട്, വോയിസ് ബോക്സ് ഒക്കെ അല്ലെ, നമ്മളിങ്ങനെ വാ ഇങ്ങനെ തുറന്ന് അടയ്ക്കാൻ അപ്പൊ മാത്രം അപ്പൊ എന്ത് ചെയ്യില്ല, സൗണ്ട് കേൾക്കില്ല. ദർ ഈസ് എ വോയിസ് ബോക്സ് അല്ലെ, സയൻസസ് ലാരിങ്സ് എന്ന് പറയുന്ന ഒരു വോയിസ് ബോക്സ് ഉണ്ട് അവിടെ. ആ ബോക്സിന് എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റുകൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സ കിട്ടുന്ന സ്ഥലമാണ് ENT അല്ലെങ്കിൽ ഇയർ നോസ് ത്രോട്ട് എന്ന് പറയുന്നത്. ആൻഡ് ജെറിയാട്രിക്സ് അടുത്തത് നമ്മൾ പറഞ്ഞു, അതായത് ക്വാളിറ്റി പേഷ്യന്റ് കെയർ പ്രൊവൈഡഡ് ടു എൽഡർലി അഡൽട്സ് അല്ലെങ്കിൽ ഓൾഡർലി അഡൽട്സ്, അതായത് ഒത്തിരി പ്രായം ചെന്ന ആളുകൾക്ക് വിവിധങ്ങളായിട്ടുള്ള വെറൈറ്റി, ഒരു വൈഡ് റേഞ്ച് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് അവർക്ക് ഉണ്ടാകാറുണ്ട്. ഒത്തിരി അതിന്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ് നമ്മൾ പറയും. അപ്പൊ അത്തരം ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ അവർക്ക് വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവരിൽ മാത്രം എന്താ പറയാ, അവരെ രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അവരെ ഡയഗ്നോസിസ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ മാത്രം കൊടുക്കുന്ന ഒരു വിഭാഗമാണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. ഗ്യാസ്ട്രോ എൻട്രോളജി നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്റ്റൈൻ, നമുക്ക് സ്റ്റൊമക്കിനകത്തുള്ളതാണ് വൻകുടലും ചെറുകുടലും ഒക്കെ, ഇത്തരം സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് എന്താ പറയാ ചികിത്സ കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്യാസ്ട്രോഎൻട്രോളജി. ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആൻഡ് നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അടുത്തത് ജനറൽ സർജറി ആണ്. അതായത് നമ്മളുടെ ജനറൽ സർജറി എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുണ്ടാകുന്ന സർജറീസ് ആണ്, വിച്ച് ഇസ് മോസ്റ്റ്ലി കോൺസെൻട്രേറ്റഡ് ആണ്. അത് കൂടുതലും എടുത്തു പറയുന്നത് നമ്മുടെ വയറിനകത്തൊക്കെ തന്നെയുള്ള എന്താ പറയാ ചില അബ്ഡോമിനൽ ഉള്ളിലുള്ള ഇന്നർ പാർട്സിന്റെ അകത്തുള്ള ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർജറീസ്. പിന്നെ ഉണ്ട് എലിമെന്ററി കനാൽ. എലിമെന്ററി കനാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയാ വായിൽ നിന്ന് മൗത്തിൽ നിന്നൊക്കെ തുടങ്ങി നമ്മളുടെ അനസ് വരെ, അതായത് മലദ്വാരമൊക്കെ വരെ നീണ്ടു കിടക്കുന്ന ഒരു തരം ഒരു കൊള്ളാണ്, ഒരു ലോങ് പൈപ്പാണ് ഈ പറയുന്നത്. അപ്പൊ അത്തരം ആ ഒരു ഇതിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ, അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇതിനൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു വരുമ്പോൾ സർജറീസ് ഒക്കെ വേണ്ടി വരും. അത് ആ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ കോമൺ ആയിട്ട് വയറിനകത്താണ് കൂടുതലും പ്രശ്നങ്ങളൊക്കെ കുറെ ആളുകൾക്കൊക്കെ ഉണ്ടാകുക. അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് പല അസുഖങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സിംറ്റംസ് ആയിട്ട് പുറത്തേക്ക് പ്രകടമാകും. ഭയങ്കര എന്താ പറയാ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹെഡേക്ക്, തലവേദന, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നല്ല വയറുവേദനകളൊക്കെ മാറാതിരിക്കുക, ഒത്തിരി പ്രോബ്ലംസ് നമുക്ക് ഉണ്ട്. അപ്പൊ അത്തരം എലിമെന്ററി കനാലിനും അതുപോലെ തന്നെ നമുക്ക് അബ്ഡോമിനൽ പാർട്സിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സർജറീസ് കോമൺ ആയിട്ട് അതാണ്. അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള സർജിക്കൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ജനറൽ സർജറി. അതായത് സർജറീസ് ആണ് എവിടെയാണ്, അബ്ഡോമിനൽ എലിമെന്ററി കനാൽ. ഇതാണ് മെയിൻ കോൺസെൻട്രേറ്റ് കൂടുതലും അതാണ്, പർട്ടിക്കുലർലി അതിനാണ്. പക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് സർജറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ജനറൽ സർജറി എന്ന് പറയുന്ന വിഭാഗത്തിലായിരിക്കും നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടി പോകുക. Okay, then അടുത്തതാണ് ഹെമറ്റോളജി. ഹെമറ്റോളജി is the department which deals with the problems of our blood components. അതായത് നമ്മളുടെ എന്താ പറയാ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ കൂടി ഏറ്റവും കൂടുതൽ ഓടിപ്പോകുന്ന ഒരു സാധനമാണ് ബ്ലഡ് എന്ന് പറയുന്നത്. ആവശ്യത്തിന് വേണം. അതിന് ബ്ലഡിനകത്ത് തന്നെ ഒത്തിരി കമ്പോണൻസ് ഉണ്ട്. ബ്ലഡിന്റെ കമ്പോണൻസ് ആയിട്ടുള്ള മറ്റ് പല രീതിയിലുള്ള സാധനങ്ങളുണ്ട്. ബ്ലഡ് സെൽസ് ഉണ്ട്, ഹീമോഗ്ലോബിൻ ഉണ്ട്, എന്താ പറയാ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ് ഉണ്ട്. ഇതിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മൾ പറയാറില്ലേ, ബ്ലഡിന്റെ കൗണ്ട് കുറയുക, പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് കുറയുക, അതെ ഹീമോഗ്ലോബിൻ, അതിനൊക്കെ ഒരു ആവറേജ് ഇത്രയൊക്കെ വേണം എന്നൊക്കെ ഉണ്ട്. ഇതിന്റെ ഒക്കെ മിനിമം എന്താ പറയാ ആവറേജിന്റെ ബിലോ പോകുക,
അല്ലെങ്കിൽ കൂടിപ്പോകുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇറ്റ് വിൽ ബി നമുക്ക് അതിനെയൊക്കെ ട്രീറ്റ് ചെയ്ത് എന്ത് ചെയ്യേണ്ടി വരും, എല്ലാം ആവറേജിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്ത് ഇത്തരം ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിന്റെ കമ്പോണൻസും ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കും വേണ്ടിയിട്ട് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെമറ്റോളജി എന്ന് പറയുന്നത്. അപ്പൊ ബ്ലഡ് മാത്രമല്ല, ബ്ലഡിന്റെ കമ്പോണൻസും ഉണ്ട്, ബ്ലഡ് സെൽസ് ഉണ്ട്. അതിനകത്ത് ഇതൊക്കെ പറയും WBC അല്ലെ, എന്താ WBC RBC ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ, റെഡ് ബ്ലഡ് സെൽസും വൈറ്റ് ബ്ലഡ് സെൽസും ഒക്കെ. ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെമറ്റോളജി. കേൾക്കുമ്പോൾ തന്നെ ഹെമറ്റോളജി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കുക ബ്ലഡിന്റെ കമ്പോണൻസ്. ഷോർട്ട് നോട്ട് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ അത്ര ചെയ്തോളൂ. ആൻഡ് ഇൻ ഡീറ്റെയിൽ വി വിൽ സ്റ്റഡി ലേറ്റർ. പിന്നീട് നമുക്ക് അതിന്റെ താഴെയൊക്കെ വരുന്നുണ്ട്, അപ്പൊ നമുക്ക് പഠിക്കാം. അപ്പൊ ബ്ലഡിന്റെ കമ്പോണൻസിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തി. നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് ഈ പറയുന്ന ഏത് വിഭാഗത്തിലായാലും they have to study. ഈ ഓരോ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് എന്ത് വേണ്ടി വരും, അത് പുതിയ പുതിയ രോഗങ്ങളുമായിട്ടാണ് വരുന്നത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രോഗങ്ങളുമായിട്ടാണ് വരുന്നത്. സോ ഈച്ച് ആൻഡ് എവറി ഡേ they have to study. അപ്പൊ ഓരോ ദിവസവും ഇവര് ഈ വരുന്ന പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്ക് പഠിക്കണം. പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും പ്രിവെൻഷൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ they have to also discover. അതിന്റെ കൂടെ തന്നെ മരുന്നുകളും ഉണ്ടാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പഠനങ്ങൾ എന്തായാലും അത്യാവശ്യമാണ്. അപ്പൊ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റിലും പഠനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും എല്ലാം പഠിച്ചവരാണല്ലോ വന്ന് ഈ ഡോക്ടറായിട്ട് ഇരിക്കുന്നത് എന്ന്. അല്ല, ഈച്ച് ആൻഡ് എവറി ഡേ, ചിലപ്പോൾ ഈച്ച് ആൻഡ് എവറി ഡേ എന്നല്ല, ഓരോ മിനിറ്റിലും ചിലപ്പോൾ അവർ they have to study something about the patients who are in front of them. അവരുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഓരോ പേഷ്യൻസിൽ നിന്ന് അവർക്ക് പഠിക്കാനുണ്ട്. ബിക്കോസ് എല്ലാവരും കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു അസുഖമായിട്ടല്ല ഡേ ബൈ ഡേ വരുന്നത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേഷ്യൻസ് ഉണ്ട്. പേഷ്യൻസുമായി വരുന്നവര് ഓരോ പ്രത്യേക എന്താ പറയാ സിംറ്റംസാ പറയുന്നത് ഓരോ അസുഖത്തിന്. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെമറ്റോളജി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹെമറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ജനറൽ സർജറി ആൻഡ് ഹെമറ്റോളജി രണ്ടെണ്ണമാണ് ഇപ്പൊ പറഞ്ഞത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. സോ അടുത്തത് നമ്മളുടെ ഓബ്സ്റ്റെട്രിക്സ് ആണ്. ഓബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അടുത്തത്. എന്താണ് ഓബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്? ഇറ്റ് ഈസ് ദ ഫീൽഡ് ഓഫ് സ്റ്റഡി ദാറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് ഓൺ ചൈൽഡ് ബർത്ത്, പ്രഗ്നൻസി ആൻഡ് പോസ്റ്റ് പാർട്ടം പീരീഡ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ചൈൽഡ് ബർത്ത്, കുട്ടികളുടെ ജനനം, കുട്ടികളെ ജനിപ്പിക്കുന്നതുമായിട്ട് ജനിക്കുന്ന സമയത്തുണ്ടാകുന്നത്, പ്രഗ്നൻസി പീരീഡ്, അതിനു വേണ്ടിയിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, പ്രഗ്നൻസി പീരീഡിൽ ചില ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കേണ്ടി വരും എന്താ പറയാ അമ്മയാകാൻ പോകുന്ന ആൾക്ക്. അതുപോലെ തന്നെ ആഫ്റ്റർ ചൈൽഡ് ബർത്ത്, കുട്ടി ജനിച്ചു കഴിയുമ്പോൾ എന്താ പറയാ അപ്പോഴും കൊടുക്കേണ്ട ചില ചികിത്സകളൊക്കെ ഉണ്ട്. ആൻഡ് ഓൾസോ പോസ്റ്റ് പാർട്ടം പീരീഡ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദ ചൈൽഡ് ബർത്ത് ദർ ഈസ് എ പർട്ടിക്കുലർ ഡേയ്സ് അല്ലെ, കുറച്ച് ദിവസങ്ങളുണ്ട്, 22 ദിവസം 15 ദിവസം ഒക്കെ ഒരു ട്രീറ്റ്മെന്റ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർക്ക്. അതായത് നമ്മൾ സാധാരണ പണ്ടൊക്കെ ട്രഡീഷണൽ ആയിട്ട് എന്ന് നോക്കുമ്പോഴില്ലേ, പണ്ടൊക്കെ നമ്മൾ എന്താ പറയാ ഒരു അമ്മ എന്താ പറയാ ഒരു പെണ്ണ് പ്രസവിക്കാൻ ചെല്ലുന്നു, പ്രസവം കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, 2 ദിവസമൊക്കെ ചിലപ്പോൾ നമ്മളെ അവിടെ പിടിച്ചു കിടത്തും. അതിനുശേഷം എവറിഥിങ് ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട് അതിന് കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പൊ എവറിഥിങ് ഇഫ് ഇറ്റ് ഈസ് ഓക്കെ, കുട്ടിക്കും അമ്മയ്ക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ ദേ വിൽ ഡിസ്ചാർജ് ആഫ്റ്റർ 2 or 3 days. ചിലപ്പോൾ 2 or 3 ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് നോർമൽ സ്റ്റേജിലാണെങ്കിൽ, എല്ലാം നോർമൽ ആണ്, ഓക്കെ ആണെങ്കിൽ. അതർവൈസ് ഇഫ് ദർ ഇസ് എനി കോംപ്ലിക്കേഷൻസ്, അതേസമയം എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്പോഴും എടുത്തുകൊണ്ട് ഓടിക്കുമെന്ന് പറയില്ല. എന്തായാലും അതൊക്കെ തീർത്തതിന് ശേഷമാണ് കുട്ടിക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫർദർ ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ടി വരും. അല്ല എന്നുണ്ടെങ്കിൽ, ഞാനിപ്പോ നോർമൽ സ്റ്റേജിലെ കാര്യം പറയാണ്, നോർമൽ ആയിട്ടുള്ള ഡെലിവറി ഒക്കെ കഴിഞ്ഞു, വേറെ പ്രശ്നമൊന്നുമില്ല, ഇഫ് ഇറ്റ് ഈസ് ഓപ്പറേഷൻ ആയിക്കോട്ടെ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, ആഫ്റ്റർ 2 or 3 days ഒക്കെ നമുക്ക് അവിടെ ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടി നമ്മൾ പോകും. നമ്മൾ പണ്ടൊക്കെ എങ്ങനെയാ ചെയ്യാ, നമ്മുടെ വീടുകളിലേക്ക് പോകും. നമ്മുടെ വീടുകളിൽ അമ്മൂമ്മമാരാണ് ഐ തിങ്ക് മെജോറിറ്റി ആളുകളുടെ അമ്മൂമ്മമാരായിരിക്കും, അമ്മയല്ല, അമ്മയുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക, അവരായിരിക്കും വന്നിട്ട് കുട്ടികളെ കുളിപ്പിക്കുന്നതും. അവർക്ക് ആ ഒരു ഇത്ര ഡേയ്സ്, വിതിൻ ദാറ്റ് പെർട്ടിക്കുലർ ഡേയ്സ്, ഒരു 15 ദിവസം 28 ദിവസമൊക്കെയാണ്. അത്രയും ദിവസത്തിനുള്ള ഈ കുട്ടിക്ക് ഇഫ് ദർ ഈസ് എനി ഫിസിക്കൽ ഡിഫക്റ്റ്, എന്തെങ്കിലും തരത്തിലുള്ള നമുക്കറിയാലോ കണ്ണിന്റെ സ്ട്രക്ചർ, മൂക്കിന്റെ സ്ട്രക്ചർ, താടി, അതുപോലെ തന്നെ ചെവി, പിന്നെ തല ഒക്കെ ഓരോ ഷേപ്പ് ഉണ്ട്. ഒരു സാധാ ഒരു ഷേപ്പ് നമുക്കറിയാം.
അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏതെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലതൊക്കെ നമുക്ക് നമ്മളുടെ കൈകൾ കൊണ്ട് തന്നെ അതുങ്ങളെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഒന്ന് അതിന്റെ ഷേപ്പിലേക്കൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പൊ തലയൊക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികളൊക്കെ ജനിച്ചുമ്പോൾ തലയുടെ ഈ വശമൊക്കെ കുറച്ചുകൂടെ നീണ്ടൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ടാവും. കൊച്ചുകുട്ടികളെ കാണുമ്പോൾ ജനിച്ചു കഴിഞ്ഞ് അത് നമ്മളിങ്ങനെ മടിയിലിരുത്തിയിട്ട് ഒരു കുളിപ്പിക്കുന്ന സമയത്ത് എണ്ണയൊക്കെ തേപ്പിച്ച് കുളിപ്പിക്കുന്ന സമയത്ത് അതിങ്ങനെ കൈ വെച്ചിട്ടൊക്കെ ഒന്ന് മെസ്സാജ് ചെയ്ത് കൊടുക്കും. ദാറ്റ് മീൻസ് ഒന്ന് ഉരുട്ട്. അപ്പൊ ആ ഒരു ഷേപ്പിലേക്ക് വിതിൻ ദാറ്റ് പർട്ടിക്കുലർ ഡേയ്സ് കുറെ മുതിർന്നിട്ടല്ല കുട്ടികളെ ഇരുത്തി അങ്ങനെ ചെയ്യിപ്പിക്കാം. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ആ ഒരു പർട്ടിക്കുലർ ഡേയ്സ് വരെ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് നേരത്തെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള നമുക്ക് കറക്റ്റ് ചെയ്യേണ്ട നമ്മുടെ ഫേസിൽ എന്താ പറയാ എന്തെങ്കിലും കറക്റ്റ്നെസ് ഒക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡൺ. ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ നമുക്ക് വീട്ടിൽ ഇങ്ങനെ അമ്മമ്മമാരൊക്കെയാണ് വന്ന് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ കുളിപ്പിക്കുന്നതും അല്ലെ, സ്ത്രീകളെ അതായത് അമ്മയായി കഴിഞ്ഞാൽ അവരെ കുളിപ്പിക്കുന്നതിനൊക്കെ പ്രത്യേകതകളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ സാധാരണ പോയി ഓടിപ്പോയി കുളിച്ചു എന്ന് പറയുമ്പോൾ കുളിക്കണേയല്ല, അവർക്ക് അവരുടേതായ ഒരു തരം വെള്ളം തിളപ്പിക്കലും ഒക്കെ ഉണ്ട്. ബട്ട് നൗ ഡേയ്സ് ഇന്ന് അതൊക്കെ മാറി, ആ ട്രഡീഷണൽ രീതിയൊക്കെ മാറി അല്ലെ. ഇന്ന് ഇത്തരം ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കാനായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഒബ്സ്റ്റെട്രിക്സ് ആണ് അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. ആ ഒരു ഇത്ര ദിവസം വരെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മളുടെ ആ ട്രീറ്റ്മെന്റ് അവിടെ തന്നെയുള്ള ഈ വിഭാഗത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ബോത്ത് ചൈൽഡിനും അമ്മയ്ക്കും എന്ത് ചെയ്തും ഈ ട്രീറ്റ്മെന്റുകളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ആഫ്റ്റർ ഓൾ നമുക്കറിയാം നമ്മൾക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചൊക്കെ നമ്മുടെ ഷേപ്പ്ലെസ് ആകും അല്ലെ, ഷേപ്പിലൊക്കെ ഇച്ചിരി വ്യത്യാസമൊക്കെ വരില്ലേ. സോ വി ഹാവ് ടു നമുക്ക് എന്ത് ചെയ്യണം, റീഗെയിൻ ദാറ്റ് പർട്ടിക്കുലർ സ്ട്രക്ചർ. നമ്മുടെ ബോഡി ഷേപ്പ് ഒക്കെ പണ്ടത്തേതുപോലെ തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് കുട്ടികളൊക്കെ അതിൽ കുറച്ച് കൂടുതൽ കെയർ കൊടുക്കുന്നവരെ പിള്ളേരൊക്കെ. അപ്പൊ അവർക്ക് ഇത്തരം ട്രീറ്റ്മെന്റുകളൊക്കെ കുറച്ച് കാശുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് നമ്മളുടെ കുറച്ചുകൂടി സുന്ദരികളൊക്കെ ആയിട്ട് മാറ്റി അവരെ തിരിച്ച് നമുക്ക് എന്താ ചെയ്യാം എടുക്കാം. അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസിനെ കുറച്ചുകൂടി അപ്പീലിംഗ് ആകുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ട്രീറ്റ്മെന്റുകളും ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾ ടുഗദർ ഇത് എല്ലാം കൂടി കൊടുക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ഒബ്സ്റ്റെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഇന്ന് ഹോസ്പിറ്റൽസ് ഓൾസോ പ്രൊവൈഡ് സച്ച് ഫെസിലിറ്റീസ്. ഇന്ന് പല ഹോസ്പിറ്റൽസിലും ഇത്തരം സാഹചര്യങ്ങൾ കൂടി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ വേഗം തന്നെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്താൽ പോകണമെന്നില്ല, ഇത്തരം ട്രീറ്റ്മെന്റ് കൂടി കൊടുക്കാൻ വേണമെങ്കിലും അതിട്ടോ കാശുണ്ടെങ്കിൽ. കാരണം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്കറിയാം നമ്മൾക്ക് എന്താ പറയാ സൗന്ദര്യം നിലനിർത്താൻ നമ്മൾ എന്ത് ചെലവ് ചെയ്താലും ഇറ്റ് വിൽ ബി എക്സ്പെൻസീവ്. തീർച്ചയായിട്ടും അത് ഭയങ്കര ചെലവ് കൂടിയതാണ്. ഒന്ന് നോക്കിയോ, ഒന്ന് ബ്യൂട്ടി പാർലർ വരെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഒന്ന് തലമുടിയിൽ അവർ കയ്യിൽ വെച്ചാൽ തന്നെ ഇത്ര കാശ് എന്ന് പറയും അല്ലെ. ഇപ്പൊ എന്താ പറയാ 3 ഡിജിറ്റ് നമ്പറോ ഒക്കെ ഇല്ല ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി. ഇപ്പൊ മുടിക്ക് എന്തെങ്കിലും പറ്റി, ഫേസിന് എന്തെങ്കിലും നമുക്ക് ചെയ്യണം, 3 ഡിജിറ്റ് നമ്പർ വെച്ചിട്ടുള്ള ഒരു പരിപാടി അവിടെ ഇല്ല. എല്ലാം 4 ഡിജിറ്റ് നമ്പറിൽ തുടങ്ങുന്ന സംഖ്യകളാണ് അല്ലെ കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കാം. അപ്പൊ അത്രയും ബോധേഡായിട്ടുള്ള നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഇത്രയും വലിയ മാറ്റം വി കനോട്ട് ആക്സെപ്റ്റ് അല്ലെ, നമുക്കത് സ്വീകരിക്കാൻ പോലും പറ്റില്ല. അപ്പൊ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും, അയ്യോ എന്റെ ഇങ്ങനെ ആയിപ്പോയി അങ്ങനെ ആയിപ്പോയി. അപ്പൊ അതൊക്കെ മാറ്റാനൊക്കെ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഇന്ന് പുറത്തും അതുപോലെയുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇന്ന് റൺ ചെയ്യുന്നുണ്ട്. പുറത്തും വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ഫിക്സഡ് എമൗണ്ട് അവർ പറയും, ഇത്ര എമൗണ്ട് ആണ്. ആ ഒരു എന്താ പറയാ ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റിന്, ആ ഒരു കോഴ്സിന് ഇത്രയാണ്. ചിലപ്പോൾ 1 month ആകാം, 28 days ആകാം, whatever it may be. അത് അവരുടെ സൗകര്യം അനുസരിച്ച് അവർ പറയും, അതനുസരിച്ച്. അപ്പൊ ദീസ് ഓൾ ട്രീറ്റ്മെന്റ് ഇവിടെ നമ്മുടെ ഹോസ്പിറ്റൽസിലും nowadays it is provided. ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ചൈൽഡ് ബർത്ത്, പ്രഗ്നൻസി ആൻഡ് പോസ്റ്റ് പാർട്ടം പീരീഡ്, വിച്ച് മീൻസ് ആഫ്റ്റർ ദ ചൈൽഡ് ബർത്ത് a particular number of days. ഇത്ര ദിവസം എന്നുണ്ട്. ആ ഒരു പീരീഡ് ആണ്. 15 ആണോ 28 ആണോ ഏതാണോ അത് അവർക്കറിയാം. അത്രയും ഡേയ്സ് ട്രീറ്റ്മെന്റ് ബോത്ത് ഫോർ ദ മദർ ആൻഡ് ചൈൽഡ് ഈസ് പ്രൊവൈഡഡ്. അമ്മയ്ക്കും കുഞ്ഞിനും കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് ഏത് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? കുറെ ഉദാഹരണമൊക്കെ പറഞ്ഞത് അതിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പീഡിയാട്രിക്സ് ആണ്. പീഡിയാട്രിക്സ് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കും? കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിഭാഗമാണ് അല്ലെ. നമുക്കറിയാം, നമ്മൾ സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ്. കാരണം ഇതുങ്ങളൊക്കെ ഈ രാത്രി ആവുമ്പോഴൊക്കെ ആയിരിക്കും പെട്ടെന്ന് എന്തെങ്കിലും എന്താ പറയാ ഒച്ചുണ്ടാക്കി അറിയാം, നമുക്ക് പേടിയാകും അല്ലെ. അന്നേരം ഈ കുഞ്ഞു പാവകളുള്ള വീട്ടുകാർക്ക് ഒരു വയസ്സായി, അതായത് 1 വയസ്സ്, അതായത് ഇതുങ്ങൾ എന്തെങ്കിലും പറയാനൊക്കെ തുടങ്ങുന്നത് വരെ
ഇതുങ്ങൾ പെട്ടെന്നൊന്ന് കരഞ്ഞാൽ നമുക്ക് എന്താ പറ്റിയ ഭയങ്കര വെപ്രാളായിരിക്കും. എന്താന്ന് നിങ്ങൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. വലിയ കുട്ടികളാവുമ്പോ സേ വാട്ട് ഈസ് ദ പ്രോബ്ലം എന്ന് അവർക്ക് പറയാൻ പറ്റും. വേദന എടുക്കുന്നോ, തലവേദന എടുക്കുന്നോ, കൈവേദന എടുക്കുന്നോ ഒക്കെ പറയാൻ പറ്റും. അതേസമയം തീരെ ഈ സംസാരിക്കാൻ പോലും ആകാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതുങ്ങൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കണം. പെട്ടെന്ന് ഒറ്റയടിക്കൊക്കെ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഞെട്ടിത്തെറിച്ച പോലെയൊക്കെ കരയാം. നമ്മള് കുറച്ചു നേരമൊക്കെ നമ്മൾ എവിടെയെങ്കിലൊക്കെ അങ്ങനെ പിടിച്ചൊക്കെ നോക്കും അല്ലെ എന്താണ് പ്രശ്നം എന്ന്. പക്ഷെ വയറിനകത്തൊക്കെ വേദന എടുത്ത് കഴിഞ്ഞാൽ ഇതുങ്ങളിങ്ങനെ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കും. സോ വി ഹാവ് ടു ടേക്ക് ദം ഇമ്മീഡിയറ്റ്ലി. ഇവരെ പെട്ടെന്ന് കൊണ്ടുപോകണം അല്ലെ. അപ്പൊ ഇവർക്ക് വേണ്ടി മാത്രം, അതായത് കുഞ്ഞ് ശിശുക്കൾക്ക്, ഇൻഫൻസിന് മാത്രമല്ല യങ് ചിൽഡ്രനും ഉണ്ട് കേട്ടോ. കൊച്ചുകുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള വിഭാഗമാണ് പീഡിയാട്രിക്സ്. All types of treatments for infants and also young children are provided in this department. കുട്ടികൾക്കും അതുപോലെ തന്നെ ഇൻഫന്റ് മീൻസ് ശിശുക്കളാണ്. 2 വയസ്സിന് ബിലോ ആയിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ ഇൻഫൻസ് എന്ന് വിളിക്കുക. അവർക്കും അതുപോലെ തന്നെ യങ് ചിൽഡ്രൻ, ദാറ്റ് മീൻസ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 15 years, 15 വയസ്സ് വരെയൊക്കെ എല്ലാവരും കൊണ്ടുപോകാറുണ്ട് ഇങ്ങനത്തെ ഈ ഡിപ്പാർട്ട്മെന്റില്. കുട്ടികളെ 15 വയസ്സ് വരെയൊക്കെ കൊണ്ടുപോയി എന്തെങ്കിലും പനിയും ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും അല്ല എങ്കിൽ, അതായത് നത്തിങ്, ഏതെങ്കിലും വലിയ രോഗങ്ങളൊന്നും അല്ലാതെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമില്ല. സാധാരണ വരുന്ന എന്താ പറയാ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ, അല്ല ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള രോഗമാണെങ്കിൽ വി ഹാവ് ടു ടേക്ക് ദം ടു ദ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ. നമ്മൾ അവരെ കൊണ്ടുപോകുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടറിന്റെ അടുത്തേക്കായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഡോക്ടറിന്റെ അടുത്ത് തന്നെ കുറെ നാളൊക്കെ കൊണ്ടുപോകും. ആൻഡ് ഓൾസോ സർജറീസും ഇത്രയും ഏജസ് വരെയുള്ള കുട്ടികളുടെ സർജറീസും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഈസ് ഫോർ ഇൻഫന്റ്സ് ആൻഡ് യങ് ചിൽഡ്രൻ. കേട്ടോ, മനസ്സിലായല്ലോ? കുട്ടികൾക്കും ശിശുക്കൾക്കും വേണ്ടിയിട്ടുള്ള വിഭാഗമാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ന്യൂറോളജി. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോളജി എന്ന് പറയുന്നത്. Okay, neurology is the department which provides the treatment for human nervous system. അല്ലെ, മനുഷ്യന്റെ നാഡീ സംബന്ധമായിട്ടുള്ള നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ക്രമക്കേടുകളും കുറെയൊക്കെ നെർവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ചെറുതൊന്നുമല്ല, കുറച്ച് വലിയ ഒരു വിഭാഗം തന്നെയാണ്. അതിനകത്ത് പെടുന്നത് നമ്മളുടെ ബ്രെയിൻ, സ്പൈനൽ കോഡൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട നെർവ്സുകളാണ്. അപ്പൊ നമ്മുടെ ഈ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്രെയിൻ, അതുപോലെ സ്പൈനൽ കോഡ്, പെരിഫറൽ നെർവ്സ് ഒക്കെ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇതിനൊക്കെ പെട്ടെന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ്. നമ്മുടെ ശരീരം അത് റിഫ്ലക്ട് ചെയ്ത് കാണിക്കും. ഞരമ്പിനൊക്കെ കേടുള്ളത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ അതിന്റെ റിഫ്ലക്ഷൻസ് പുറത്തേക്ക് കാണും അല്ലെ. പെടലി വേദന, ചില ആളുകൾക്ക് എപ്പോഴും പെടലി വേദന. അപ്പൊ നമ്മൾ കുറെയൊക്കെ ഇങ്ങനെ ബാമൊക്കെ പറ്റി നോക്കും. പക്ഷെ അത് ക്യൂർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് ദിവസമൊക്കെ നമ്മൾ ഡോക്ടറെ കാണിച്ചു അപ്പൊ കേട്ടുന്നതിന്റെ ആകും. നമ്മളങ്ങനെ കുറെ കൺക്ലൂഷൻസിൽ കൊണ്ടുവരും അല്ലെ. കുറെയൊക്കെ ഇടയ്ക്ക് നമ്മളും ഡോക്ടറാകും. അപ്പൊ നമ്മൾ പെടലി വേദനയല്ലേ, വേഗം തന്നെ എവിടെയെങ്കിലൊക്കെ കുറെയൊക്കെ കേട്ട് പറ്റും. അത് കുറച്ച് നേരത്തേക്ക് ആ ഒരു ബാമിന്റെ ശക്തി കൊണ്ട് കുറച്ച് നേരത്തേക്ക് മാറും. വീണ്ടും ഇറ്റ് വിൽ ഡിസ്റ്റർബസ്. അത് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ബിക്കോസ് ദ ട്രീറ്റ്മെന്റ്, അതിന് വേണ്ട നെസസറി ട്രീറ്റ്മെന്റ് ഈസ് നോട്ട് ഗിവൺ. നമ്മൾ അതിന് വേണ്ട തരത്തിലുള്ള ഒരു എന്താ പറയാ ഒരു ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാത്തത് കൊണ്ട് അത് കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ കുറെ പ്രാവശ്യം വന്നു കഴിയുമ്പോൾ നമ്മൾ തന്നെ സ്വയം ഡോക്ടർ ആകാതെ വി ഹാവ് ടു ഗോ ഫോർ എ ചെക്കപ്പ്. അപ്പൊ ചിലപ്പോൾ നമ്മൾ നമ്മുടെ നെർവ് സിസ്റ്റത്തിനോ അല്ലെ ഞരമ്പുകൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ പോയി നോക്കേണ്ടി വരും, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ സാധാരണ കാണിക്കുന്ന ഫിസിഷ്യൻസ് ചിലപ്പോൾ എന്ത് ചെയ്യും, ഇത്രയും പ്രാവശ്യമൊക്കെ മരുന്നൊന്നില്ലേ, അപ്പൊ അത് ഒന്ന് നിങ്ങൾ ആ ന്യൂറോനെ ഒന്ന് കണ്ടേക്ക്. കേട്ടില്ലേ അങ്ങനെ പറയുന്നത്, ന്യൂറോളജിസ്റ്റിനെ ഒന്ന് കാണുക, ന്യൂറോനെ പറയുള്ളൂ അല്ലെ, ഒന്ന് ന്യൂറോനെ കാണിച്ചേക്ക്. കാരണം നമ്മളിപ്പോ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന മരുന്നുകളൊക്കെ കൊടുത്തു, പക്ഷെ അതിപ്പോ ചിലപ്പോ വല്ല ഞരമ്പിന്റെ ഒക്കെ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സജസ്റ്റ് ചെയ്യും. സോ അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് നമ്മളെ മാറ്റിത്തരും. സജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയി കാണിക്കാം ന്യൂറോളജിസ്റ്റ്. അതായത് നെർവ് സിസ്റ്റത്തെ കുറിച്ച് മാത്രം ഭംഗിയായി പഠിച്ച് അത് ട്രീറ്റ് ചെയ്യുന്ന വിഭാഗമാണ് ന്യൂറോളജി. കിട്ടിയോ? ന്യൂറോളജി മനസ്സിലായോ? Okay, next department ആണ് oncology. Oncology is the department which gives special care to different types of cancers. അല്ലെ, പലതരത്തിലുള്ള ക്യാൻസറുകൾ ഉണ്ട്. ക്യാൻസർ തന്നെ ഒരുപാട് രീതിയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക. അപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ക്യാൻസറുകൾ തന്നെ പല രീതിയിൽ, നമ്മുടെ ശരീരത്തിൽ എത്ര ഓർഗൻസ് ഉണ്ടോ എനിക്ക് തോന്നുന്നു ഈ എല്ലാ ഓർഗൻസിനെയും എന്ത് ബാധിക്കും,
ഇത്തരം ക്യാൻസറുകൾ ബാധിക്കുന്നുണ്ട്. ചില ആൾക്കാർ പറയും അവിടെയാ ക്യാൻസർ, ചിലർക്ക് അവിടെ എല്ലാവർക്കും ഒരേപോലെയല്ല, ചിലർക്ക് വയറ്റിലാണ്, ചിലർക്ക് തലയിലായിരിക്കും, ചിലർക്ക് സ്കിൻ ക്യാൻസർ, അങ്ങനെയൊക്കെ ഇഷ്ടംപോലെയൊക്കെ ഉണ്ട്. അപ്പൊ ക്യാൻസർ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അപ്പൊ ഈ ക്യാൻസറുകൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ കേന്ദ്രമാണ് ഓങ്കോളജി. ക്യാൻസറിന് വേണ്ടി ചികിത്സ മാത്രമല്ല കൊടുക്കുക, സ്റ്റഡി. ഇവിടെയും അതെ കുറെ പഠനങ്ങൾ നടത്തേണ്ടി വരും. എന്ത് രീതിയിലുള്ള ക്യാൻസർ ആണ്, ചിലപ്പോ അത് ക്യാൻസർ ആണോ അല്ലേ എന്ന് കൺഫേം ചെയ്യാനായിട്ട് സമയമെടുക്കും. ഓക്കെ, ഓടി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ എവിടെയെങ്കിലും മുഴ അല്ലെങ്കിൽ എവിടെ നിർത്താതെയുള്ള വേദന, അത് ക്യാൻസർ ആണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യരുത്. കുറെ മുഴയൊക്കെ ഉണ്ട്, ചിലർക്ക് അബ്നോർമൽ ഗ്രോത്ത് ആണ്, അത് വെറുതെ ഇങ്ങനെ കുറെ വളർച്ചയായിട്ട് പുറത്തേക്ക് സിസ്റ്റ് പോലെയൊക്കെ വരും. ആൻഡ് ഓൾ ദാറ്റ് ആർ നോട്ട് ഹാർംഫുൾ. അതെല്ലാം തന്നെ നമുക്ക് ഉപദ്രവകാരി ആവണം നിർബന്ധമൊന്നുമില്ല. എല്ലാ ട്യൂമേഴ്സും ഒന്നും ഉപദ്രവകാരികളല്ല. ട്യൂമർ എന്ന് പറഞ്ഞാൽ മുഴ, എല്ലാ മുഴകളൊന്നും ഉപദ്രവകാരിയല്ല. ക്യാൻസർ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. വെറുതെ ചിലപ്പോൾ ഒരു അബ്നോർമൽ ഗ്രോത്ത് ആയിരിക്കാം. യു ജസ്റ്റ് റിമൂവ് ഇല്ല, അത് അവിടെ നിന്ന് എടുത്ത് കളയുന്നതും ബൈസെക്ഷൻ വഴി അത് ഉടച്ചു കളയുക അല്ലെങ്കിൽ എടുത്തു കളയുക, ഓപ്പറേറ്റ് ചെയ്ത് എടുത്തു കളയുക, അങ്ങനെയൊക്കെ ഇന്ന് ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചിലത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴോ വെദർ ഇറ്റ് ഈസ് ഹാർംഫുൾ ഓർ നോട്ട് എന്ന് മനസ്സിലാക്കുള്ളൂ. അപ്പൊ അവർ ടെസ്റ്റ് ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ച് കാര്യങ്ങളൊക്കെ ശേഖരിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക, അതിനെ എന്താ പറയാ ഇനിയും പ്രിവെന്റ് ചെയ്യുക. പ്രിവെൻഷൻ മെഷേഴ്സും ഈ ഓങ്കോളജിയിൽ നടത്തുന്നുണ്ട്. അതായത് ഇനി ആ ഭാഗത്ത് ക്യാൻസേഴ്സ് വരാതിരിക്കാനുള്ള നടപടികളും അവർ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഓങ്കോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓങ്കോളജി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഡിപ്പാർട്ട്മെന്റ്. അത്രേ ഉള്ളൂ ഇത്, പക്ഷെ പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു മാത്രം. ഓക്കെ, നെക്സ്റ്റ് വൺ ഒഫ്താൽമോളജി ആണ്. ഇനി അടുത്തത് ഒഫ്താൽമോളജി ആണ്. എന്തായിരിക്കും ഒഫ്താൽമോളജി? കേട്ടിട്ടുണ്ട് നമ്മൾ. ഇതിനും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പലപ്പോഴും ഒക്കെ നമ്മൾ പോകാറുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ്. കോമൺ ആയിട്ട് നമുക്കറിയാം നമ്മുടെ ഐ പ്രോബ്ലംസിന്, കണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും കണ്ണ് വേദന അല്ലെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം വരിക, കണ്ണിന് ചുമപ്പ് കാണുക, ഇത് മാത്രമൊക്കെയാണോ സാധാ കണ്ണിന്റെ പ്രോബ്ലംസ്? അല്ല, ഇഷ്ടംപോലെ ഉണ്ട് അല്ലെ. ലെൻസ് ഒക്കെ വെച്ചിട്ടൊക്കെ ഇപ്പൊ ട്രീറ്റ്മെന്റുകളൊക്കെ ഉണ്ട്. വിത്തിൻ 1 hour നിങ്ങൾ കണ്ണട കൂരി കളഞ്ഞേക്കും, നിങ്ങൾക്ക് കണ്ണടയില്ലാതെ നടക്കാം എന്നുള്ള രീതിയിലും ഇന്ന് നമുക്ക് ഒത്തിരി അഡ്വർടൈസ്മെന്റുകൾ നമ്മൾ കാണാറുണ്ട്. നിങ്ങൾ കാണാറുണ്ടോ? ഞാൻ കാണാറുണ്ട്. കാണാറില്ലേ? 1 മണിക്കൂർ കൊണ്ട് കാണാറുണ്ട്. നിങ്ങളൊക്കെ ടിവിയിലൊക്കെ കാണുന്നില്ലേ പരസ്യമൊക്കെ? 1-2 പേര് മാത്രം കാണുന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടോ ഇല്ലേ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നത്. ജസ്റ്റ് റിപ്ലൈ നിങ്ങളുടെ അതന്നെ ലേസർ ട്രീറ്റ്മെന്റ്സിലൂടെ ഒക്കെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റിപ്ലൈ ചെയ്തു. അപ്പൊ ദാറ്റ് മീൻസ് ഐ കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ദർ. അല്ലെങ്കിൽ ഇന്നെല്ലാം ഓൾ മ്യൂട്ടൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുന്ന് നിങ്ങൾ ഉറങ്ങാണോ? ഒരാൾ ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ കിടന്ന് പറയണ്ടല്ലോ അല്ലെ. ചിലർക്ക് നമ്മൾ പറയില്ലേ ഈ വെറുതെ ഇതൊക്കെ ഓണാക്കി വെച്ചിട്ട് ഇരുന്ന് ഉറങ്ങാൻ നല്ല സുഖമാണ്. നമ്മൾ രാത്രി കൊടുക്കുമ്പോഴേ ചില ആൾക്കാർ പറയും ഉറങ്ങുന്ന സമയത്ത് ഫാനിന്റെ കാറ്റ് വേണം നിർബന്ധമില്ല, അതിന്റെ സൗണ്ട് കേട്ടാലും ഉറക്കം വരില്ലെന്ന് അങ്ങനെയൊക്കെ പറയുന്ന പോലെ ചില ആളുകൾക്ക് അത് യൂസ്ഡ് ടു ആയിട്ടുണ്ടാകും. അതിലേക്ക് നമ്മൾ അങ്ങനെ ആയതുകൊണ്ട് ആ സൗണ്ട് കേട്ടില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു വിമ്മിഷ്ടം. എന്തായാലും ഇപ്പൊ ഭയങ്കര മഴയൊക്കെയാണ്, അപ്പൊ നമുക്ക് ചിലപ്പോഴൊക്കെ ഫാൻ വേണമെന്നില്ല, തണുത്തു പോകും. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? അത് ഓഫ് ചെയ്ത് നോക്കും. പക്ഷെ നമുക്ക് ഉറക്കം കിട്ടില്ല, ബിക്കോസ് നമ്മൾ ആ ഒരു സൗണ്ട് കേട്ടാ ഉറങ്ങിയേക്കണേ. താരാട്ടുപാട്ട് കേട്ട് ഉറങ്ങുന്ന പോലെ. അതുകൊണ്ടാ പറഞ്ഞേ, ഞാനത് വെറുതെ അങ്ങോട്ട് പോയതാണ്. എല്ലാവരും ഇങ്ങനെ തിരിച്ചു വന്നല്ലോ. ഓക്കെ, അപ്പൊ ഒഫ്താൽമോളജിയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ഈസ് പ്രൊവൈഡഡ് ഫോർ അവർ ഐ ആൻഡ് ഓൾസോ അവർ സൈറ്റ്. സൈറ്റ് മീൻസ് കാഴ്ച അല്ലെ. നമ്മുടെ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടുന്ന പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് ഒഫ്താൽമോളജി എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ഔട്ട് പേഷ്യന്റ് സർവീസസ് പ്രൊവൈഡഡ് ബൈ ഇൻ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകാർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഔട്ട് പേഷ്യന്റിന് നൽകപ്പെടുന്ന സേവനങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് നമ്മളിപ്പോ ഈ വായിച്ചത്. ഇതിന്റെ താഴെ ഇതിന്റെ കൂടെ തന്നെ എക്സ്പ്ലനേഷൻസും ഉണ്ട്. ആൻഡ് ആഫ്റ്റർ ഓൾ ഇത് കൂടാതെയും കുറെ എക്സ്പ്ലനേഷൻസും വേറെ വന്നിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ പെടാത്ത ഡിപ്പാർട്ട്മെന്റുകളും വി വിൽ സീ ലേറ്റർ, നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് കാണും. അപ്പോ നമ്മള് ജനറൽ സർജറി, ഹെമറ്റോളജി, ഒബ്സ്റ്റെട്രിക്സ്, പീഡിയാട്രിക്സ്, എന്താ പറയാ അല്ല ന്യൂറോളജി, ഓങ്കോളജി, ഒഫ്താൽമോളജി, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇതിന്റെ നോട്ടൊന്ന് എഴുതിയതിനു ശേഷം അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. അല്ലെങ്കിൽ അത് അവിടെ അങ്ങനെ കിടക്കും. അത് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. ഇന്ന ക്ലാസ്സിൽ ഇന്നത് വരെ ഇങ്ങനെ എടുത്ത് എഴുതി വെക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ നിങ്ങളും ഞാനും ഒപ്പമാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇവിടെ തന്നെ അല്ലേ, ഒരു ഉറപ്പ് വരുത്തണമല്ലോ. മനുഷ്യന്മാരുടെ കാര്യമാണ് അത്. ചിലപ്പോൾ ചില മിസ്റ്റേക്സ് ഒക്കെ വരും. And all the mistakes will be corrected.
എന്ത് മിസ്റ്റേക്ക് വന്നാലും നമ്മൾ കറക്റ്റ് ചെയ്യണം. മിസ്റ്റേക്കുകൾ ഇല്ലാതെയുള്ള മനുഷ്യനൊന്നുമല്ല. അല്ലെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാം. നമ്മൾ എന്ത് കാര്യത്തിലും എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അതിനകത്ത് തെറ്റ് വരിക. ചെയ്യാതിരുന്ന ഞാൻ ചെയ്തില്ല അതുകൊണ്ട് ഞാൻ തെറ്റിച്ചില്ല, അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ചെയ്തു കഴിഞ്ഞിട്ട് തെറ്റിച്ച് കഴിഞ്ഞാൽ വി ക്യാൻ കറക്റ്റ് ഇറ്റ്. ചെയ്ത തെറ്റ് നമുക്ക് തിരുത്താൻ പറ്റും. ചെയ്യാണ്ടിരുന്നിട്ട് ഞാൻ വലിയ ആളായി, ഞാൻ ചെയ്യാത്തത് കൊണ്ട് ഞാൻ വലിയ ആളായി എന്ന് പറയാൻ പറ്റൂലല്ലോ. എവറിത്തിങ് വിൽ ബി ഓക്കെ. അപ്പൊ നിങ്ങൾ വേഗം എഴുതിക്കോ. ജനറൽ സർജറി. ഫസ്റ്റ് വൺ ജനറൽ സർജറി. കുട്ടെ ഹൈഫൺ എഴുതിക്കോളണേ എല്ലാവരും. ജനറൽ സർജറി കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലെ വൃത്തിയായിട്ട്? അപ്പുറത്തുള്ള ആളുകളൊക്കെ എഴുന്നേറ്റ് വരും. ബിക്കോസ് എനിക്കാണ് ഇവിടെ ഏറ്റവും വലിയ സൗണ്ട് എന്നാണ് എല്ലാവരും പറയാറ്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ടോ? യെസ്, സൗണ്ട് തോന്നുന്നുണ്ടെന്നാണോ? ജനറൽ സർജറി സൗണ്ട് കേൾക്കുന്നുണ്ടെന്നാണോ? എന്താണാവോ റിപ്ലൈ? യെസ്, ഓക്കെ. ജനറൽ സർജറി ഹൈഫൺ ഇടാം. സർജിക്കൽ സ്പെഷ്യാലിറ്റി ബോത്ത്. ഓക്കെ, വെരി ഗുഡ്. സർജിക്കൽ സ്പെഷ്യാലിറ്റി that focus on elementary canal. Elementary, ALIMENTARY. elementary canal. CANAL. കനാൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇങ്ങനെ ഒഴുകി പോകാനുള്ള ഒരു സാധനമാണ് കനാലൊക്കെ. അത് തന്നെ ഇവിടെ നമ്മുടെ മൗത്തിന്റെ അവിടെ തുടങ്ങി നമ്മുടെ അനസ് മലദ്വാരം വരെ നീണ്ടു കിടക്കുന്ന ഒരു പൈപ്പാണ്. പുരുഷന്മാരിൽ ഏകദേശം 5 meters എന്നൊക്കെ പറയണം അവര്. 5 മീറ്ററോളം നീളം ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മള് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ, അളവെടുക്കുകയാണെങ്കിൽ 5 മീറ്ററോളം. ആലോചിക്കണേ. അപ്പൊ ഇതൊക്കെ ചുരുണ്ടുകൂടി നമ്മുടെ വയറിനകത്ത് കിടക്കണ്ടല്ലോ, മീറ്റർ പോലെ നീണ്ടു കിടക്കുകയല്ലോ. അപ്പൊ അതിന് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള കംപ്ലൈന്റുകൾ വരും. നമ്മളുടെ ഓരോ ഓർഗൻസിനും എന്തെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ ആവശ്യമാണ്. ഓക്കെ. Elementary canal and abdominal contents. And abdominal, ABDOMINAL. abdominal contents, CONTENTS പറയാം. ഓക്കെ, അതായത് നമ്മുടെ വയറിനകത്ത് കിടക്കുന്ന എല്ലാ അവയവങ്ങളും അതോടൊപ്പം തന്നെ എലിമെന്ററി കനാലിനും കൊടുക്കുന്ന, അതിന് ഫോക്കസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലമാണ് ജനറൽ സർജറി. സർജിക്കൽ സ്പെഷ്യാലിറ്റി. വൺസ് അഗൈൻ ഐ വിൽ റിപ്പീറ്റ് ഇറ്റ്. ജസ്റ്റ് എഴുതാത്തവരോ അല്ലെങ്കിൽ വിട്ടുപോയവരോ ഒന്ന് കേൾക്കുക. സർജിക്കൽ സ്പെഷ്യാലിറ്റി that focus on elementary canal. Elementary, ALIMENTARY. elementary canal and abdominal contents. abdominal, ABDOMINAL. abdominal contents. Okay, next one. Hematology. HAEMATOLOGY. Hematology. Hyphenated data. The branch of medicine concerned with the study of concerned, CONCERNED, concerned with the study of diseases related to blood and its components. Blood and its components. ബ്ലഡിന്റെ കമ്പോണൻസ് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടാ. ബ്ലഡ് ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ് such as ഏതൊക്കെയാണ് ബ്ലഡിന്റെ കമ്പോണൻസ് എന്ന് എടുത്ത് പറയുന്നു എന്നേ ഉള്ളൂ. ബ്ലഡ് ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ് such as blood cells, hemoglobin, 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 platelets, 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 etc. ബ്ലഡ് കമ്പോണൻസ് കൊണ്ട് മാത്രമല്ല, ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ അത്ര എഴുതിയാൽ മതി. അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ അന്നേരം എഴുതാം. അന്നേരം ഉണ്ട്, നോട്ടിലുണ്ട് ഓൾറെഡി. ഇതൊരു ഷോർട്ട് നോട്ട് പോലെ എഴുതിയതല്ലേ. ഒന്നുകൂടി പറയണോ? എല്ലാവരും എഴുതിയെടുത്തോ? തീർന്നോ?
It is the branch of medicine. It is the branch of medicine that is concerned with the study of. It is the branch of medicine that is concerned with the study of diseases related to blood and its components. Blood and its components, such as. ഇത് കഴിഞ്ഞില്ലാത്ത ഒരു ലാസ്റ്റ് ക്ലാസ് തീരുന്നതിന് മുമ്പേ തീർന്നു കഴിയുമ്പോ നിങ്ങളൊന്ന് ജസ്റ്റ് അവരോടൊന്ന് ചോദിച്ചാൽ അവര് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് തരും. നമ്മൾ സമയം കുറെ പോകുകയും. ബ്ലഡ് ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ് സച്ച് ആസ് ബ്ലഡ് സെൽസ്, ഹീമോഗ്ലോബിൻ, പ്ലേറ്റ്ലെറ്റ്സ് എക്സെട്ര. ഇനിയും എഴുതി തീർന്നില്ല എങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ദേ വിൽ ഗിവ് യു ദ നോട്ട്. ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് അവരെ നോട്ട് തരും അവര്. അടുത്തത് എഴുതാം ഒബ്സ്റ്റട്രിക്സ്. ഒബ്സ്റ്റട്രിക്സ്, OBSTETRICS, ഒബ്സ്റ്റട്രിക്സ്. ഹൈഫിനേറ്റഡ് എഴുതാം. ഫീൽഡ് ഓഫ് സ്റ്റഡി, ഫീൽഡ് ഓഫ് സ്റ്റഡി, ഫീൽഡ് ഓഫ് സ്റ്റഡി. കോൺസെൻട്രേറ്റഡ് ഓൺ, concentrated on, CONCENTRATED, concentrated on childbirth, comma, pregnancy, 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 and postpartum period, postpartum, POSTPARTUM, postpartum period. That means the period after childbirth. കുട്ടി ജനിച്ചു കഴിഞ്ഞ് തൊട്ടടുത്ത കുറച്ച് ദിവസങ്ങൾ, ആ ഒരു പീരീഡ്. എത്രയുള്ളൂ? സ്പീഡ് കൂടുന്നുണ്ടോ പറയുന്നതില്? എഴുതുമ്പോ ഉണ്ടോ? ഒരു വാക്ക് തന്നെ 2-3 പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഒബ്സ്റ്റട്രിക്സ് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ പീഡിയാട്രിക്സ്. ഓക്കെ, താങ്ക് യു. പീഡിയാട്രിക്സ് ഏതാ? പീഡിയാട്രിക്സ്, PAE. പീഡിയാട്രിക്സ് എന്ന് പറയുമ്പോ PEയിലല്ല തുടങ്ങുക, PA ഉണ്ട്. പീഡിയാട്രിക്സ് സൈലന്റ് ഇത്. PAEDIATRICS, പീഡിയാട്രിക്സ്. ഹൈഫിനേറ്റഡ് എഴുതാം. ഇൻവോൾവ്സ്, ഇൻവോൾവ് ഉൾപ്പെടുന്നു എന്നർത്ഥം. ഇൻവോൾവ്സ് മെഡിക്കൽ കെയർ, involves medical care of infants, 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 children and young adults, young, YOUNG, young adults വരെ കിട്ടും. ഇത് പ്രായപൂർത്തിയായിട്ടില്ല, അതിന് തൊട്ട് മുന്നത്തെ സ്റ്റേജ് വരെയൊക്കെ എല്ലാവരും കൊണ്ടുപോകാറുണ്ട് ഈ ഒരു വിഭാഗത്തിലേക്ക് കുട്ടികളെ. അതായത് കുഞ്ഞു വാവയായിരുന്നപ്പോ തുടങ്ങി കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടറെ മാറ്റി പിടിക്കില്ല ചില ആളുകൾ. അങ്ങനെ എത്ര വലുതായാലും നമ്മൾക്ക് സ്വന്തം മക്കൾ എന്നും കുഞ്ഞു തന്നെയാണല്ലോ, അല്ലെ? എത്ര വലുതായാലും അവര് ചെറു തന്നെയാണ്. അപ്പൊ നമ്മൾ രോഗം വരും, നമ്മളെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാം. ആ ഒരു ഡോക്ടർക്ക് ഒരു എന്താ പറയാ, എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു പേരാണ്, ആ ഡോക്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. പീഡിയാട്രിക്സിന്റെ കുഞ്ഞ് ജനിച്ചപ്പോ തുടങ്ങി കാണിച്ചത് പിന്നെയും വലുതായാലും നമ്മൾ കുറെയൊക്കെ പ്രാവശ്യമൊക്കെ കൊണ്ടുപോകും. പിന്നെ ആ കുട്ടിക്ക് നാണം വന്ന് ഞാൻ കുഞ്ഞു വച്ചല്ലോ, അവിടെ ചെന്ന് നിൽക്കുമ്പോഴേ നമ്മുടെ കൂടെ കൊണ്ടുപോയിക്കുന്ന അവൻ നോക്കും. അപ്പൊ അവിടെ അവരെ നിൽക്കുന്നതൊക്കെ കുഞ്ഞുവാവകളെ തോളത്തിട്ട് ഇരുത്തി ഒക്കെ തിരുത്തിയതും, അല്ലെങ്കിൽ ഓടി പതുക്കെ നടക്കുന്ന ആൾക്കാരും, അല്ലെങ്കിൽ ഒരു 8ാം ക്ലാസ്സിലും അങ്ങനെയൊക്കെയുള്ളവരെയും കാണാം. അപ്പൊ ഇച്ചിരി വലുതായി കഴിഞ്ഞ് കഴിയുമ്പോ എന്താ പറയാ, അവർക്ക് തന്നെ നാണോ, ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് പോകേണ്ടവരല്ല എന്നൊക്കെ ആ ഒരു ഫീലൊക്കെ വരുന്നത് വരെയൊക്കെ ചിലപ്പോൾ നമ്മൾ കൊണ്ടുപോകും. നമുക്ക് വലിയ കുഴപ്പമില്ല, കാരണം നമ്മുടെ മുമ്പിൽ എത്ര വലുതായാലും കുട്ടികൾ കുഞ്ഞുങ്ങളാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. പീഡിയാട്രിക്സ് കിട്ടിയല്ലോ. നെക്സ്റ്റ് വൺ ന്യൂറോളജി. NEUROLOGY, ന്യൂറോളജി. Hyphenated data. It is the branch of medicine. It is the branch of medicine. It is the branch of medicine dealing with the diagnosis and treatment, concerned with the human nervous system. Concerned, CONCERNED, concerned with the
Human nervous system. NERVOUS. Nervous system. Okay, next one, oncology. 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 Hyphenated ഏതാ? Oncology is the branch of medicine. Oncology is the branch of medicine. പറയാട്ടാ. ഇപ്പൊ ഇത് ഓങ്കോളജി ഹൈഫനേറ്റഡ് ചെയ്ത് ഇത്തിരി സ്ഥലം വിട് എഴുതി കഴിഞ്ഞില്ല എങ്കിൽ. Oncology is the branch of medicine that deals with the study comma diagnosis, 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 treatment, diagnosis comma treatment, and prevention of cancer. Prevention of cancer. CANCER. And the last one, ophthalmology. Last പറഞ്ഞ കേട്ടോ, ഏത് തീരാത്തവരുണ്ടെങ്കിൽ പറഞ്ഞു. Ophthalmology. ഹൈഫനേറ്റഡ് എഴുതാം. ഒഫ്താൽമോളജിക്ക് OF അല്ല കേട്ടോ, OPH ആണ്. OPHTHALMOLOGY. Ophthalmology. Hyphenated എഴുതാം. The branch of medicine. Concerned with the treatment of disorders of eye. Disorder. DISORDER. Order the opposite disorder. Disorder of eye. കണ്ണിന്റെ ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് കിട്ടുന്ന പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് ഒഫ്താൽമോളജി. ന്യൂറോളജി അല്ലേ ചോദിച്ചത്? ന്യൂറോളജി അല്ലേ? ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ. ന്യൂറോളജി എഴുതാതിരുന്ന ആരാണെന്ന് വെച്ചാൽ വേഗം എഴുതാ. ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഡീൽസ് വിത്ത് ദ ട്രീറ്റ്മെന്റ് ഓഫ്, അങ്ങനെ എഴുതിയാൽ മതി. ആ ഒരു വേർഡാണ് നമുക്ക് ആവശ്യം. ട്രീറ്റ്മെന്റ് ഓഫ് human nervous system. Okay, pediatrics involves medical care of infants, children, young adults. Treatment young adults. ഷോർട്ട് നോട്ട് നമ്മൾ തന്നത് അത് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ത് കൈകാര്യം ചെയ്യുന്നു അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഷോർട്ട് നോട്ട് പോലെ തന്നെ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് അത് വായിച്ചു നോക്കി ഇന്നതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ഇന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പെട്ടെന്ന് അറ്റ് എ ഗ്ലാൻസ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഒറ്റ നോട്ടത്തിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനാണ് അതൊന്നും കൂടെ എഴുതി തന്നത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് മുഴുവനും ഞാനിവിടെ ഇങ്ങനെ ഇത്രയും വലിയ കാര്യമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആവശ്യമില്ല. ബിക്കോസ് ഇവിടെ ഇത് ഇങ്ങനെ കിടക്കുന്നുണ്ട് നീണ്ടെന്ന് പറഞ്ഞ് അവിടെ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ നിങ്ങൾ ഒന്ന് ഒറ്റ നോട്ടത്തിൽ ഒരു സെന്റൻസിൽ യു ക്യാൻ ആൻസർ ഇറ്റ്. അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പൊ കാഷ്വാലിറ്റി ഇന്നതുമായിട്ട് റിലേറ്റ് ചെയ്താണ്. കാർഡിയോളജി ഇന്നതാണ്. പീഡിയാട്രിക്സ് ഇന്നതാണ്. ഓക്കെ, ദെൻ അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഏതാ? ഒഫ്താൽമോളജി. ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കോ പ്ലീസ് ആരെങ്കിലും. അത് ലാസ്റ്റ് നിങ്ങൾ എഴുതാം. നിങ്ങൾ ഒരു വേർഡ് വിട്ടുപോയാൽ ആ വേർഡ് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഒരു ഇച്ചിരി സ്പേസ് വിട്ടിട്ട് അടുത്ത് പറയുമ്പോൾ എഴുതിക്കോളണം. ഒരു വേർഡ് വിട്ടുപോയാൽ അയ്യോ എന്നാണോ പറഞ്ഞപ്പോ ബാക്കി മുഴുവനും പോകും. അങ്ങനെ ഓർത്തിരിക്കരുത്. ഇപ്പൊ ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഡീൽസ് വിത്ത് ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡിസോർഡേഴ്സ് ഓഫ് ഐ. അപ്പൊ ഡിസോർഡർ കിട്ടിയില്ല, അപ്പൊ അടുത്തത് നോക്കിയിരുന്നു. അയ്യോ പിന്നെ അങ്ങനെ നോക്കിയിരിക്കരുത്. ആ ഒരു ഭാഗം മാത്രം സ്കിപ്പ് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യാം നിങ്ങളുടെ എഴുത്ത്. അങ്ങനെ എഴുതാട്ടാ. ഏതപ്പോ വേണ്ടേ? ഓഫ്താൽമോളജി കിട്ടിയില്ലേ? മെഡിസിൻ ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ ട്രീറ്റ്മെന്റ് ഓഫ് ദ ഡിസോർഡേഴ്സ് ഓഫ് ഐ. അതന്നെ അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്.
അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. IPD ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ സേവനങ്ങളാണ്, വാട്ട് ഓൾ സർവീസസ് ആണ് കൊടുക്കുന്നത് ആർക്ക്, ഇൻപേഷ്യൻസിന്. അതുകൊണ്ട് ഇൻപേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങളും അതുപോലെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ സേവനങ്ങളാണ് ഔട്ട് പേഷ്യന്റ് ആയിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കുന്നത്, അതുമാണ് നമ്മളിപ്പോ ക്ലാസിഫൈ ചെയ്ത ബോക്സിലുള്ള കാര്യങ്ങൾ കണ്ടത്. ഇനി നമ്മൾ ഇതിന്റെ എക്സ്പ്ലനേഷൻസ്, ഇതെന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റും എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, ഏതൊക്കെ കാര്യങ്ങളിലുള്ള ട്രീറ്റ്മെന്റുകളാണ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും ആ ട്രീറ്റ്മെന്റിന്റെ ചില രീതികളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ പഠിച്ച സാധനം തന്നെയാണ് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ OPD എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും IPD എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും തരംതിരിച്ചിട്ടുണ്ടല്ലോ. നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി. നമ്മൾ ഇനി വീണ്ടും വിശദമായിട്ട് ഭയങ്കര എക്സ്പ്ലെയിൻ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്താണ്. അതില് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പറഞ്ഞത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ ആണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഈ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നും അതിൽ എന്തൊക്കെയാണ്, ഏതൊക്കെ സർവീസസ് ആണ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഔട്ട് പേഷ്യന്റിൽ വരുന്നത് എന്നുമാണ് ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ ഫസ്റ്റ് വൺ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണ് നമുക്ക് ആദ്യം തന്നെ നോക്കാം. OPD is the short form. അതിന്റെ ഷോർട്ട് ഫോം ആണ് OPD എന്ന് പറയുന്നത്. ഇവിടെ എന്താ പ്രത്യേകത? ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് the people come to the hospital only for a consultation and not for admission എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ ഇതിന്റെ അർത്ഥം? അതായത് ഇവിടെ പേഷ്യൻസ് വരുന്നത് കൺസൾട്ടേഷന് വേണ്ടി മാത്രമാണ്, അല്ലാണ്ട് ഈ അഡ്മിഷന് വേണ്ടിയിട്ടല്ല. നമ്മളിപ്പോ ഒരു ഡോക്ടറെ കാണുമ്പോൾ എന്തെങ്കിലും പനി വന്നു അല്ലെങ്കിൽ ചുമ വന്നു, എന്ത് ചെയ്യും, നമ്മൾ ഒരു ദിവസമൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഡോക്ടറാകും, മരുന്ന് കഴിക്കും, പക്ഷെ മാറാണ്ടാവുമ്പോൾ നമുക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ പോകും. പക്ഷെ എങ്കിലും പോകുന്ന സമയത്ത് നമ്മളുടെ എന്താ പറയാ അസംഷൻ, നമ്മൾ സങ്കല്പിക്കുന്നത് എന്താ, അവിടെ ചെന്നിട്ട് വേഗം തന്നെ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ച് എത്രയും പെട്ടെന്ന് പോരണം. അല്ലാണ്ട് കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത, നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു സ്ഥലമാണ് ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് OP വിഭാഗത്തില് when you reach the hospital, your idea is to consult the doctor. നമ്മൾ കൺസൾട്ട് ചെയ്യാം ഡോക്ടറെ. നമുക്ക് അഡ്മിഷൻ യാതൊരു താല്പര്യമില്ല. അയ്യോ എന്നെ പിടിച്ച്, അയ്യോ ഇത്തിരി കൂടുതലായിട്ടുള്ള ചുമയാണല്ലോ, അല്ലെങ്കിൽ ശ്വാസം മുട്ടുന്നുണ്ടല്ലോ, അപ്പൊ ഒന്ന് 2 ദിവസം കിടന്നോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ചിലപ്പോൾ ചില ഡോക്ടേഴ്സ് നമ്മളുടെ രോഗത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ വിചാരമില്ല. OP പോയിന്ന് നമ്മൾ ചീട്ടെടുക്കുന്നു, നമ്മുടെ പേര് അല്ലെങ്കിൽ നമ്പർ അവിടെ നേരത്തെ വന്ന, നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് കൺസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ നമ്പർ ഉണ്ടായിരിക്കും. വി വിൽ ഇൻഫോം നമ്പർ, നമ്മൾ അവരുടെ നമ്പർ പറഞ്ഞു കൊടുക്കും. അവരത് വെച്ചിട്ട് നമ്മുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ OP നമ്പറോ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് ഇങ്ങനെ അടിച്ചു നോക്കുമ്പോൾ ആ ഒരു ഡാറ്റ, നമ്മളെ കുറിച്ചിട്ടുള്ള എല്ലാ ഡാറ്റാസും അവിടെ കിട്ടും. ഇൻഫോർമേറ്റീവ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളിൽ ഇൻഫോർമേറ്റീവ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് ദ പേഷ്യൻസ്, അവിടെയുള്ള പേഷ്യൻസ്, അവിടെ വന്നു പോകുന്ന പേഷ്യൻസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് അവിടെ റെക്കോർഡഡ് ആയിരിക്കും. അവരുടെ OP നമ്പർ അനുസരിച്ചോ മൊബൈൽ നമ്പർ അനുസരിച്ചോ അതൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് അടിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അത് റിട്രീവ് ചെയ്ത് എടുക്കാൻ പറ്റും ആ ഡാറ്റ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, OPയിൽ പോകുന്നു, ടിക്കറ്റ് ചീട്ട് എടുക്കുന്നു. എടുത്തു കഴിയുമ്പോൾ ഇന്ന ഡോക്ടറെ അടുത്താണ് പോകേണ്ടത്, നമ്മൾ അവിടെ കൊണ്ടുപോയി അവിടെ പോയിരുന്നോ, അവിടെ ഇരുന്നോ, വെയിറ്റ് ചെയ്തോ, ഡോക്ടർ വിളിക്കുമ്പോൾ യു ക്യാൻ എൻ്റർ ഇൻസൈഡ് നമ്മളോട് പറയും അല്ലെ. അപ്പൊ വി ആർ ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ ഓൺലി ഫോർ ദ കൺസൾട്ടേഷൻ ആൻഡ് നോട്ട് ഫോർ എ അഡ്മിഷൻ. നമ്മൾ അഡ്മിഷന് വേണ്ടിയിട്ടല്ല ഇവിടെ പോകുക. ഇനി ഇവിടെ പേഷ്യൻസ് ഗോ ഇൻസൈഡ് ടു ദ ഡോക്ടർ, നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നു ആൻഡ് വിൽ ആസ്ക് ഫോർ സം അഡ്വൈസ്. അതായത് ഡോക്ടറുടെ ഭാഗത്തു നിന്നുള്ള ഉപദേശവും മറ്റുമൊക്കെ കേൾക്കും അല്ലെ. ഡോക്ടർ അങ്ങോട്ട് കാണുമ്പോൾ തന്നെ ഇങ്ങനെ സ്റ്റെതസ്കോപ്പ് എടുത്ത് കുത്തി എന്താ പറയാ കുറച്ച് മരുന്ന് അങ്ങോട്ട് കുത്തി തരുവാണോ വെച്ചില്ല, അല്ല, നമ്മളുടേതായ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയും. ആദ്യം തന്നെ ഡോക്ടർ ഇങ്ങനെ ഇന്നലെ തുടങ്ങി കുറച്ച് ഭയങ്കര ചുമയുണ്ട് അല്ലെങ്കിൽ പനിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയും അല്ലെ. സോ ദാറ്റ് അപ്പൊ ഡോക്ടർ ഇതൊക്കെ കേൾക്കും, അതിന്റെ ഒപ്പം തന്നെ പരിശോധിക്കുകയും ചെയ്യും. ഇത് കേട്ടതിന് ശേഷം അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ഓൾസോ ഹി വിൽ ഗീവ് സം അഡ്വൈസ് ടു അസ്. നമുക്ക് കുറെ ചില ഉപദേശങ്ങളൊക്കെ തരും, ഇന്ന കാര്യങ്ങളൊക്കെയാണെന്നൊക്കെ പറഞ്ഞ്. ആൻഡ് നമുക്ക് മരുന്നും കുറിച്ച് തരും അതിന്റെ ഒപ്പം തന്നെ അല്ലെ. നമ്മൾ ഡോക്ടർ വിൽ പ്രിസ്ക്രൈബ് സം മെഡിസിൻ, അതിന് വേണ്ടിയിട്ടുള്ള ചില മരുന്നുകൾ കുറിച്ച് തരും. ആൻഡ് ഓൾസോ ഹി വിൽ ആസ്ക് ഫോർ ടു കണ്ടിന്യൂ ദിസ് മെഡിസിൻ ഫോർ എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. ഈ ഒരു മരുന്ന് കുറച്ച് ദിവസത്തേക്ക്, 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ കഴിക്കാൻ പറയും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇഫ് ദർ ഈസ് എനിത്തിങ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദേ ഹാവ് ടു കം അപ്പ് ഫോർ എ ഫോളോ അപ്പ്. പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് മരുന്നൊക്കെ കഴിച്ചിട്ട് കുറവൊന്നുമില്ലെങ്കിൽ ഒന്ന് വന്ന് വിവരം പറയൂ.
അല്ലെങ്കിൽ കുറഞ്ഞ വലിയ പ്രശ്നമൊന്നുമില്ല, നന്നായി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വരേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ചില ഇൻസ്ട്രക്ഷൻസും കുറച്ച് അഡ്വൈസും കുറച്ച് പ്രിസ്ക്രിപ്ഷൻ ഓഫ് മെഡിസിൻസും ഒക്കെ തന്ന് നമ്മളെ അപ്പൊ തന്നെ വീട്ടിൽ വിടും. നമ്മൾ മരുന്നൊക്കെ വാങ്ങിച്ച് നമുക്ക് പോകാം. ആൻഡ് അന്ന് പറയുന്നത് ഒരു ദിവസത്തെ, അതായത് വിതിൻ ദാറ്റ് ഡേ, ആ ഒരു പർട്ടിക്കുലർ ഡേക്ക് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആ ഹോസ്പിറ്റലിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നില്ല. ആൻഡ് അവർ കൺസൾട്ടേഷൻ ഇൻ ദ ഹോസ്പിറ്റൽ ഓർ അവർ എന്താ പറയാ ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ, നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ അതിനകത്ത് വല്ല ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കുന്നത് ഓൺലി ആ ഒരു ബൗണ്ടറിയിലോട്ട് ട്രീറ്റ്മെന്റ് വിൽ ഹാവിംഗ് ഓൺലി ഫോർ എ ഡേ, ഒരു ഡേക്ക് വേണ്ടി മാത്രമാണ്. മീൻസ് ലെസ് ദാൻ 24 hours, മോർ ദാൻ 24 hours നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല. മോർ ദാൻ 24 hours ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മൾ ഇൻപേഷ്യന്റ്, നമ്മൾ അവിടെ കിടത്തി, അല്ലെങ്കിൽ അവിടെ എന്താ പറയാ 2 ദിവസം കിടക്കട്ടെ, അല്ലെങ്കിൽ 1 ദിവസം കിടക്കട്ടെ, നാളെ ഈ സമയമൊക്കെ കഴിഞ്ഞിട്ട് പോകാം എന്നൊക്കെ പറയാണ്. ദാറ്റ് മീൻസ് അവർക്ക് എന്തെങ്കിലും ഫർദർ ട്രീറ്റ്മെന്റ് നടത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെക്കപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചക്ഷൻസ് ടൈം ടു ടൈം കൊടുക്കാനുണ്ട്. അത്തരം സാഹചര്യത്തിലൊക്കെ എന്ത് ചെയ്യും, കിടത്തും അല്ലെ. ഇപ്പൊ ഒരു എന്താ പറയാ ചിലപ്പോ കുറച്ചു നേരമൊക്കെ ട്രിപ്പ് ഇട്ട് കിടത്തി എന്നുള്ളത് പറയുന്നതൊന്നും ഇൻപേഷ്യൻസ് അല്ല. ഇപ്പൊ എന്തെങ്കിലും ഒത്തിരി വോമിറ്റ് ചെയ്തു, ഒത്തിരി വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്നൊക്കെ പുറത്തേക്ക് പോയി, അപ്പൊ ഒരു ട്രിപ്പ് ഒക്കെ ഇട്ട് കിടത്തും. എന്നിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ ആ ട്രിപ്പ് തീർന്നു കഴിയുമ്പോൾ എപ്പോഴാണോ നമുക്ക് പോകാം, അതൊന്നും ഇൻപേഷ്യൻസ് അല്ല. ഒരു 24 മണിക്കൂറിലധികമായിട്ട് ഇഫ് യു ആർ സ്പെൻഡിങ് യുവർ ടൈം ഇൻ ദ ഹോസ്പിറ്റൽ, വെറുതെ കാണാൻ പോകുന്ന ആളുടെ കാര്യങ്ങളായിട്ട് പറഞ്ഞ, ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകുന്ന ആളുകളുടെ കാര്യം പറഞ്ഞ, അവര് അവിടെ ട്രീറ്റ്മെന്റിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെല്ലുന്നു. ഒരു 24 മണിക്കൂറിൽ കൂടുതൽ ഇഫ് യു ആർ സ്പെൻഡിങ്, അപ്പോൾ വരുമ്പോൾ മാത്രമാണ് അത് ഇൻപേഷ്യന്റ് ആകുന്നുള്ളൂ. അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് ഔട്ട് പേഷ്യന്റ്. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സേവനം എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് സർവീസ് ആണ്, അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി റൺ ഓൺലി ഫോർ എ പർട്ടിക്കുലർ ടൈം. ഒരു സ്പെസിഫിക് ടൈം ഉണ്ട് ഈ OP വിഭാഗം പ്രവർത്തിക്കുന്നതിന്. ചിലപ്പോൾ 10 മണി തുടങ്ങി 5 മണി വരെ ആക്കാം, ചിലപ്പോൾ 9 മണി തുടങ്ങി 6 മണി വരെ ആക്കാം. അത് അക്കോർഡിംഗ് ടു ദ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നോംസ് അനുസരിച്ചിട്ടായിരിക്കും ഒരു ഹോസ്പിറ്റലിന്റെ OP വിഭാഗം എത്ര സമയം വരെ പ്രവർത്തിപ്പിക്കണം എന്നുള്ളത്. അപ്പൊ രാവിലെ ഇന്ന സമയത്താണ് OP തുറക്കുന്നത്, ഇന്ന സമയത്ത് ക്ലോസ് ചെയ്യും. ആ ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ട് അതിന്. ആഫ്റ്റർ ദാറ്റ് ഇനി അത് കഴിഞ്ഞിട്ട് രോഗം വരാൻ പാടില്ലെന്നാണോ? ആണോ? അല്ല. രോഗമൊക്കെ നമുക്ക് മനുഷ്യന്മാർക്ക് വരുന്ന പലതരത്തിലുള്ള ഇമ്മീഡിയറ്റ് പെട്ടെന്ന് സഡൻലി വരുന്ന അസുഖങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇന്ന സമയം കഴിഞ്ഞ് OP ഇല്ല, അതുകൊണ്ട് ഇനി രോഗമൊന്നും വരാൻ പാടില്ല, സമയം കഴിഞ്ഞു പോയി എന്നല്ല. നമുക്ക് രോഗം ഏത് സമയത്ത് വരും, പക്ഷെ ഈ സമയം മാത്രമാണ് OP പ്രവർത്തിക്കുന്നുള്ളൂ. അതർവൈസ് നമ്മൾ OP സമയം പ്രവർത്തിക്കാത്ത സമയത്താണ് ഇഫ് യു ആർ ഹാവിംഗ് എനി ഡിസീസ്, പെട്ടെന്ന് എന്തെങ്കിലും രോഗം വന്നു എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലേക്ക് പോകണ്ട, OP തീർന്നു കഴിഞ്ഞു, നാളെ ഈ സമയത്ത് തുറക്കുള്ളൂ, ഇന്ന സമയത്ത് തുറക്കുള്ളൂ, അപ്പൊ പോയാൽ മതി എന്നാണോ? അല്ല. രോഗം വന്നാൽ വി ഹാവ് ടു ടേക്ക് എനിവൺ ടു ദ, രോഗം വന്ന ആളെ വി ഹാവ് ടു റീച്ച് ദം, പെട്ടെന്ന് തന്നെ ഇമീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് എവിടെ കാണിക്കാം? കാഷ്വാലിറ്റിയിൽ കാണിക്കാം. കാഷ്വാലിറ്റിയിൽ നമ്മൾ പേരെഴുതി ചിട്ട എഴുതിപ്പിക്കുന്നു, പെട്ടെന്ന് തന്നെ ആളെ കൺസൾട്ട് ചെയ്യാൻ പറ്റിയ ഡോക്ടറെ എമർജൻസിയിൽ വിളിപ്പിക്കുന്നു അല്ലെ. അങ്ങനെയുള്ള സാഹചര്യത്തിന് അല്ല നമുക്ക് OP കാണിച്ചാൽ മതി, അന്നേരം അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് സീരിയസ് ആയിട്ട് ഒരു പനിയൊന്നും പോയി, നാളെ ഇല്ലേ, നാളെ പോയി കാണാം, നാളെ നമുക്ക് OP പോയിട്ട് കണ്ടിട്ട് മരുന്നൊക്കെ വാങ്ങിച്ചു വരാം, അങ്ങനെ നമുക്ക് ചിന്തിക്കാം. പക്ഷെ ചില cases, emergency cases, we cannot wait for the OP hours. OP hours wait ചെയ്യാൻ പറ്റില്ല നമുക്ക്. So that we have to be taken immediately to the hospital. അവരെ നമ്മൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടി വരും. അത് കാഷ്വാലിറ്റിയിൽ കാണിച്ചാൽ മതി. അപ്പൊ OP പ്രവർത്തിക്കുന്നതിന് സ്റ്റാർട്ട് ചെയ്യുന്നതിനും എൻഡ് ചെയ്യുന്നതിനും ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ട്. അത്രയും അവേഴ്സ് ആണ് OP ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുക. ആൻഡ് ഓൾസോ കൺസൾട്ടേഷൻ, ഡോക്ടേഴ്സ് വിൽ ബി ഹാൻഡ്ലിംഗ് ദിസ് OP ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് ആരായിരിക്കും ആ സമയങ്ങളിൽ? അപ്പൊ 10 മണി തുടങ്ങി ഇപ്പൊ 5 മണി വരെയാണ് OP പ്രവർത്തിക്കുന്നതെന്ന് ചോദിക്കുക. അന്നേരം കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് അവിടെ ഉണ്ടായിരിക്കും, അവരായിരിക്കും OP വിഭാഗം ഹാൻഡിൽ ചെയ്യാം. These are the things. ഇതാണ് നമ്മുടെ ഒരു OP ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? OP ഡിപ്പാർട്ട്മെന്റിൽ പീപ്പിൾ കം ടു ദ ഹോസ്പിറ്റൽ ഓൺലി ഫോർ കൺസൾട്ടേഷൻ ആൻഡ് നോട്ട് ഫോർ അഡ്മിഷൻ. ഒന്ന് നമുക്ക് കാര്യം അത് ഓർത്തിരിക്കാം. കൺസൾട്ടേഷന് വേണ്ടി മാത്രമാണ് വരുന്നത്, അവർ അഡ്മിഷന് വേണ്ടി വരുന്നവരല്ല. ആൻഡ് ഓൾസോ ദ പേഷ്യന്റ് സീക്സ് സം അഡ്വൈസ് ഫ്രം ദ ഡോക്ടർ ആൻഡ് ഓൾസോ ഹാവ് ടു ടേക്ക് ദ മെഡിക്കേഷൻസ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. തരുന്ന അഡ്വൈസും അതോടൊപ്പം തന്നെ തരുന്ന മരുന്നും ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം വരെ നമ്മൾ അത് കഴിക്കണം. 1 ദിവസമാണോ 2 ദിവസമാണോ ആസ് ദ ഡോക്ടർ സജസ്റ്റ്, നമ്മൾ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അത് കഴിക്കുക എന്നുള്ളത് മസ്റ്റ് ആണ്. എന്നാലേ രോഗം മാറുള്ളൂ. OPയിൽ പോയി എന്താ പറയാ ചീട്ടെടുത്തു, ഡോക്ടറെ കണ്ടു, വീട്ടിൽ പോയി അവിടെ അങ്ങാണ്ട് നോക്കിയിരുന്ന രോഗമൊന്നും മാറില്ല. നമ്മൾ പോകുന്നു ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങിക്കുന്നു, വി ഹാവ് ടു കളക്ട് ഇറ്റ് ഫ്രം ദ ഫാർമസി. വീട്ടിൽ പോയി നേരാൻ പ്രതി അവിടെ പറഞ്ഞിരിക്കുന്ന ഫാർമസിയിൽ നിന്ന് മരുന്ന് കിട്ടുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഫാർമസി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അതിനകത്ത്. അപ്പൊ ആ ലേബലൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടാവും
അവര് ഇന്ന സമയം അല്ലെ 1 to 1 ദാറ്റ് മീൻസ് 3 സമയം കഴിക്കുന്നു. അതായത് കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരം 1 ഇപ്പൊ അങ്ങനെയൊക്കെ ഷോർട്ടാക്കിയാ വേണ്ട. പണ്ടൊക്കെ ഇങ്ങനെ എഴുതും രാവിലെ അല്ല അങ്ങനെയല്ല എഴുതാം 3 നേരം അല്ലെ 1 വീതം 3 നേരം രാവിലെ അല്ല 1 വീതം 3 നേരം അല്ലെങ്കിൽ 2 വീതം ഇന്ന സമയത്ത് അല്ലെങ്കിൽ അര വീതം 2 നേരം എന്നൊക്കെ പറഞ്ഞൊക്കെ തരുമല്ലോ. അപ്പൊ ആ പ്രിസ്ക്രിപ്ഷനനുസരിച്ച് വി ഹാവ് ടു ടേക്ക് അവർ മെഡിസിൻ. മരുന്നും കഴിക്കണം, എന്നാലാണ് നമ്മുടെ രോഗം ഭേദമാകുള്ളൂ. ആൻഡ് ഓൾസോ OP അവേഴ്സ് നമുക്ക് ഒരു നിശ്ചിത സമയമുണ്ട്. OP പ്രവർത്തിക്കുന്ന സമയം, ആ സമയത്തായിരിക്കും പേഷ്യൻസ് ഡോക്ടറെ കാണാനായിട്ടൊക്കെ നമുക്ക് ആ സമയത്ത് ചെല്ലാൻ പറ്റുന്നത്. അതർവൈസ് ഈ OP പ്രവർത്തിക്കാത്ത സമയത്തും നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലാം, ട്രീറ്റ്മെന്റ് എടുക്കാം. പക്ഷെ ഇറ്റ് വിൽ ബി ഹാൻഡിൽഡ് ബൈ ദ കാഷ്വാലിറ്റിയിലായിരിക്കും നമ്മൾ അന്നേരം പോയി കാണാം. കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആയിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. ദീസ് തിങ്സ് ഇത്രയേ ഉള്ളൂ. അപ്പൊ OP-നെ കുറിച്ച് ചെറിയ അറിവ് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് OP? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒരു ദിവസത്തെ കൊണ്ടുള്ള നമ്മുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകും. ആ ബൗണ്ടറി വിട്ട് ഒരു ദിവസത്തിൽ കൂടുതൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അത് ഇൻപേഷ്യന്റ് ആയിപ്പോ കൂടുതൽ നിന്നാൽ 24 hours ലെസ് ആണ് നമ്മൾ ഒരു ഹോസ്പിറ്റലിന്റെ ബൗണ്ടറിയിൽ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അതിനെയാണ് ഔട്ട് പേഷ്യന്റ് എന്ന് വിളിക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങളുടെ സ്ക്രീനിൽ അവിടെ സ്ക്രീനിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. സോ ദാറ്റ് അവിടെ എന്തെങ്കിലും ഞാൻ പറഞ്ഞത് കൂടിപ്പോയോ, കൂടിപ്പോയാൽ കുഴപ്പമില്ല, കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ ആൻഡ് ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ്. എന്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിലും പറയാം. അവിടെ സിമ്പിൾ സെന്റൻസ് ആയിട്ടാണ് കൊടുത്തേക്കണേ. എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവും. പക്ഷെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? അതിനകത്ത് എന്താ തന്നേക്കണം അത് മാത്രം പഠിച്ചാൽ മതി. അത് മാത്രം. അതിനകത്തൊക്കെ നമുക്ക് ഇപ്പൊ ഒത്തിരി കാര്യങ്ങൾ എന്താ പറയാ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുണ്ട് അല്ലെ. ഇവിടെ ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്, അതായത് OP ഡിപ്പാർട്ട്മെന്റ്, ഇൻ OP ഡിപ്പാർട്ട്മെന്റ് പീപ്പിൾ കം ഫോർ ഡാഷ് നോട്ട് ഫോർ അഡ്മിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസൾട്ടേഷൻ വേണ്ടിയിട്ടാണ്, അഡ്മിഷൻ വേണ്ടിയിട്ടല്ല. അവിടെ ഡാഷിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം. പിന്നെ ഡാഷ് ആർ യൂഷ്വലി അപ്പോയിന്റഡ് ടു ഹാൻഡിൽ OPD കൈകാര്യം ചെയ്യുന്നത് ഡാഷ് ആണ്. ആരാണ്? കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആണ് അല്ലെ. അതൊക്കെ അങ്ങനെ ചോദ്യമായിട്ട് വരാം അല്ലെ. ഓക്കെ, ക്ലിയർ ആണോ ഈ ഒരു ഭാഗം? അത്രമാത്രം. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ OPD മാത്രമേ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളൂ. മറ്റേതിന്റെ ഷോർട്ട് നോട്ട്സ് എഴുതി എല്ലാം കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ? എനി ഡൗട്ട്? ഇനി പറയാം. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മുടെ സമയം ഈസ് ഓവർ. മാം ക്ലാസ്സിന്റെ ടൈം ടേബിൾ കിട്ടാൻ കഴിയുമോ? ടൈം തന്നിട്ടില്ല. തന്നായിരുന്നു. അന്നു പിന്നെന്താ പറഞ്ഞ? പിന്നെ ടൈം ടേബിളിന്റെ കാര്യമല്ല പറഞ്ഞ. ഇനി എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുണ്ടോ? ഞാനാണല്ലോ ചോദിക്കുമ്പോ പറയുന്ന ആള്. സോ വേറെ എന്തെങ്കിലും? മാം ഒരു ഡൗട്ട്. നമുക്ക് ഇംഗ്ലീഷിന്റെ ഒരു ഇതെടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇംഗ്ലീഷിന്റെ എക്സാമും നമ്മുടെ ഈ മൊഡ്യൂളിന്റെ എല്ലാ എക്സാമും കൂടെ കൂട്ടി ടോട്ടൽ 100-ലാണോ വരുന്നത് മാർക്ക് വരുന്നത്? നമ്മളോട് അർച്ചന മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് സെപ്പറേറ്റ് 100 മാർക്കിന്റെ ആയിട്ടാ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീക്കില് വാഹിദ മിസ് ക്ലാസ്സിൽ കയറിയോ? കഴിഞ്ഞ വീക്കിലത്തെ കാര്യം നോക്കുക. കയറിയോ? ഇല്ല, കേറി. സോ ദാറ്റ് അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് വാഹിദ മിസ് ഇല്ലെന്നാണ്. കഴിഞ്ഞ വീക്കില് ഏതൊക്കെ ടീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നത് അതാണ് നിങ്ങളുടെ ടൈം ടേബിളിലുള്ള ടീച്ചേഴ്സ്. നിങ്ങൾക്ക് ടൈം ടേബിൾ അനുസരിച്ച് വരുമ്പോൾ അവരായിരിക്കും വരിക. ലാസ്റ്റ് വീക്കില്, കഴിഞ്ഞ വീക്കില്. അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പാണ് ഒരു ദിവസം വന്നിരുന്നു. ഐ മീൻ ഒരു ദിവസം ഏതോ ക്ലാസ് 1-2 ദിവസം ഇപ്പൊ എടുത്തിട്ടുണ്ടാകും. ബട്ട് അവർക്ക് മേ ബി അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് അടുത്ത ടീച്ചർ അതിന് പകരമായിട്ട് കയറുന്ന ആ ടോപ്പിക്കിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ആള് കയറി എടുത്തോളൂ. നിങ്ങൾ അതിനെ കുറിച്ച് പേടിക്കൊന്നും വേണ്ട, വിഷമിക്കൊന്നും വേണ്ട. അത് ആരെങ്കിലും ആള് ഏതാണോ എടുത്തേ അതിന്റെ ബാക്കി വിൽ ബി ഹാൻഡിൽഡ് ബൈ എനിവൺ. ഈ വരുന്ന ടീച്ചേഴ്സ് ഇംഗ്ലീഷ് അല്ല അല്ലാത്ത 4 ടീച്ചേഴ്സ് ഉണ്ട്. അവരിൽ ആരെങ്കിലും ചെയ്തോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടാവും? നമ്മുടെ ക്ലാസ്സിലെ സമയം അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടയിൽ ചോദിക്കാൻ. കാരണം എന്റെ സമയം ആകെ എനിക്കാകെ ആഴ്ചയിൽ എല്ലാ ക്ലാസ്സിലും 3 മറ്റേ ക്ലാസ്സുകളേ ഉള്ളൂ.
അതുകൊണ്ട് തന്നെ അപ്പൊ നമ്മുടെ ഇപ്പൊ ലാസ്റ്റ് അവർ ആയതുകൊണ്ട് ഇനി അടുത്ത ടീച്ചറിനെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റിക്ക് വെച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചോദിക്കാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. പറഞ്ഞോ എന്തെങ്കിലും? ഒന്നുമില്ല ടീച്ചറെ, ഈ പ്രിന്റ് ഓരോ സിലബസ് ആയിട്ട് പ്രിന്റഡ് ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഇതില് ടീച്ചേഴ്സ് ചില നോട്ട്സുകൾ തരുന്നുണ്ടല്ലോ, അപ്പൊ ഇതിലില്ലാത്തതാണോ നോട്ട്സ് ആയിട്ട് തരുന്നത്? അതെ, തീർച്ചയായിട്ടും അതിലില്ലാത്തതാണ്. ഞാനിപ്പോ തന്ന നോട്ടിലില്ലേ ഓഫ്താൽമോളജി, നോട്ടിൽ ഇല്ലാത്തതും ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പൊ ഓഫ്താൽമോളജി ഒക്കെ നമ്മളുടെ ഉണ്ട്. ഇപ്പൊ ഇതിന്റെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുണ്ട്. അല്ല ഒറ്റ സെന്റൻസ് ആയിട്ട് ഞാൻ ചോദിക്കാണ്, ഡാഷ് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഹാൻഡിൽസ് ദ ഡിസോർഡേഴ്സ് ഓഫ് ഐ എന്ന് പറയുമ്പോ നിങ്ങൾ അത് മുഴുവൻ വായിച്ചു നോക്കാട്ടെ നിങ്ങൾക്ക് അറിയാൻ പറ്റണം ഇത് ഒഫ്താൽമോളജിയാണ് അല്ലെ. നമ്മുടെ കണ്ണിന്റെ ഡിസോർഡേഴ്സ് ഒക്കെ മാറ്റി തരുന്ന ഡിപ്പാർട്ട്മെന്റ് ഒഫ്താൽമോളജി കണ്ടാ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പൊ ഒരു ഷോർട്ട് നോട്ട് പോലെ തന്നതാണ്. ദാറ്റ് മീൻസ് എല്ലാ ചാപ്റ്ററിലും ഷോർട്ട് നോട്ട് നമ്മൾ തരുമെന്നല്ല, അത് ആ ഒരു കുഞ്ഞു ടോപ്പിക്കിനെ ഒന്ന് ചെറുതാക്കി പറഞ്ഞു എന്ന് മാത്രമാണ്. പിന്നെ മാത്രമല്ല ചില വേർഡ്സിന്റെ മീനിങ് അറിയില്ല, ആ ഒരു സാധനം എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ചെറിയ എക്സ്ട്രാ നോട്ട് തന്നെ. അപ്പൊ അതും നിങ്ങൾ പഠിക്കണം. പേരറിയില്ല എത്രയായിട്ടും. നിഷ, പ്രിയ ഇവിടെ ആരും ഇല്ലല്ലോ. നിഷ എന്നാണ് എന്റെ പേര്. എല്ലാ നോട്ട്സും ഇതിലുണ്ടാവൂലേ? ഈ പ്രിന്ററിൽ ഇതില് എക്സ്പ്ലനേഷൻ ആയിട്ടാണ് എല്ലാ നോട്ട്സും അതിലുണ്ട്. അതിന്റെ ഒപ്പം ടീച്ചേഴ്സ് എക്സ്ട്രാ തരുന്ന നോട്ടും നിങ്ങൾ പഠിക്കണം. വലിയ നോട്ടൊന്നല്ലല്ലോ ടീച്ചേഴ്സ് തരുന്ന, ഒരു കുഞ്ഞു കുഞ്ഞു ചില എക്സ്പ്ലനേഷൻസ് ആയിരിക്കും അല്ലെ. കുറെ നോട്ടൊക്കെ തരുന്നുണ്ടോ? ഇംഗ്ലീഷിന്റെ നോട്ട് ഇതിൽ കണ്ടിട്ടില്ലല്ലോ. ഇംഗ്ലീഷിൽ ഓക്കെ, എന്താ ഇംഗ്ലീഷിന്റെ നോട്ട് ഇതിൽ കണ്ടിട്ടില്ല. അല്ല, പ്രിന്റഡ് ആയിട്ട് ആദ്യം തന്ന സിലബസിൽ ഇംഗ്ലീഷിന്റെ ഇത് കണ്ടിട്ടില്ലായിരുന്നു. പ്രിന്റഡ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ടോപ്പിക്സിനകത്ത് ഇംഗ്ലീഷിന്റെ നോട്ടില്ല. പക്ഷേ ഇത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നിങ്ങളുടെ സിലബസിനകത്തുള്ളതല്ല. ഇത് നിങ്ങൾക്ക് തരുന്ന ഒരു അഡീഷണൽ ബൈ 1 get 1 ഫ്രീ എന്ന് പറയുന്നത് കേട്ടല്ലോ. അതുപോലെ ഒരു ഫ്രീ ആയിട്ട് തരുന്ന ഒരു സംഭവമാണ് ഒരു ഇംഗ്ലീഷ്. പക്ഷെ നിങ്ങൾ നോക്കിയേ എന്തുകൊണ്ട് അപ്പൊ പിന്നെ എന്തിനാ സമയങ്ങളെ ഇംഗ്ലീഷ് ഒക്കെ എടുത്ത് വരുന്ന സമയങ്ങളുണ്ടല്ലോ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിപ്പിച്ച് അങ്ങനെ തീർത്താ പോരെ. അങ്ങനെയല്ല, നമ്മള് യു ആർ ഗോയിങ് ടു ബി എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെ. നിങ്ങളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആവാൻ വേണ്ടിയാണോ പഠിക്കുന്നത്? അതിന്റെ ഒരു തുടക്ക സ്റ്റെപ്പാണോ ഇട്ടേക്കണേ? ആണ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെൻ യു ആർ ഗോയിങ് ഫോർ അല്ലെങ്കിൽ വെൻ യു ആർ അറ്റൻഡിങ് ആൻ ഇന്റർവ്യൂ, നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കണം. നമ്മളുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ആയിരിക്കും നമുക്ക് അവിടെ കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടത്. കാരണം നമ്മുടെ ഇന്റർവ്യൂ പാനലിൽ ഇരിക്കുന്ന ആളുകള് എല്ലാവരും മലയാളം അറിയുന്നവരാകണമെന്നില്ല അല്ലെ. എന്നാൽ നമുക്ക് അല്ലെങ്കിൽ എല്ലാ ലാംഗ്വേജ് അറിയോ ഇല്ല. അപ്പൊ അതൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാൻ കമ്മ്യൂണിക്കേറ്റീവ് സ്റ്റൈലിൽ ഇംഗ്ലീഷ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാവരും അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഇംഗ്ലീഷ് ലാംഗ്വേജ്. സോ ദാറ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞും ചെയ്യിപ്പിച്ചും ഒക്കെ നിങ്ങൾ അതിലൊന്ന് ഇതാക്കുക. അതും കൂടി വേണം. അതൊരു എക്സ്ട്രാ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മനസ്സിലായോ? ഓക്കെ മിസ്സേ 3 മാസം ആവുമ്പോ നമുക്ക് 60 മാർക്കിന് ടെസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോഴേ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസും കൂടി അതിൽ കാണും. നമ്മൾ എത്രത്തോളം ആ ഭാഗത്ത് പഠിപ്പിച്ചോ അതിൽ ക്വസ്റ്റ്യൻ കാണുമായിരിക്കുമല്ലോ. അതെ, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ആ ഒരു രീതിയിലാണ് ഞങ്ങൾ ആ നോട്ട്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ടോപ്പിക്കുകൾ ഇംഗ്ലീഷിലെ ഏതൊക്കെ ടോപ്പിക്കുകൾ കവർ ചെയ്യണം 3 മന്ത്സിനുള്ളിൽ, അതായത് ഹാഫ് ടൈമിൽ അല്ലെ, സെമ്മർ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിന്റെ പീരീഡിൽ നിങ്ങൾക്ക് എന്തോരം എടുത്തോ അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ സമയത്ത്. അത് കഴിഞ്ഞ് വീണ്ടും ആ ഒരു എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു അടുത്ത മൊഡ്യൂൾസ് എടുത്തു തുടങ്ങും. ആ സമയത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് അടുത്ത ടോപ്പിക്കുകളുണ്ട്, ആ സമയത്തുള്ളത് അത്. എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ലാസ്റ്റ് പരീക്ഷയോടൊപ്പം. അങ്ങനെയാണ്. മനസ്സിലായായിരുന്നു. ഓക്കെ, നീ എന്തെങ്കിലും ഉണ്ടോ? എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന് പകരം നിങ്ങൾക്ക് മോഡൽ എക്സാംസ് ഇടുമല്ലോ. മോഡൽ എക്സാം എടുക്കുമ്പോൾ നമ്മൾ മിക്കവാറും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. കൂടെ നിങ്ങൾക്ക് മോഡൽ എക്സാം എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ ഇടുന്നത് ആണ്. മോഡൽ എക്സാം ഇടുമ്പോൾ അങ്ങനത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ടാണ് ഇടുക. ഫൈനൽ എക്സാം ഒക്കെ പുറത്തുനിന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ടാണ് ഈ മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് തരുന്നത്.
ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട്. അപ്പൊ ഇതൊക്കെ മോക്ക് ടെസ്റ്റുകൾക്ക് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് എഴുതി വെക്കുക. അല്ലാണ്ട് അന്നേരം സബ്മിറ്റ് ചെയ്തു പണി കഴിഞ്ഞു, അങ്ങനെയല്ല. ആ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തതിന് ശേഷം എല്ലാ ദിവസവും ഓരോ ചാപ്റ്ററിന്റെ ഒരുമിച്ചൊക്കെ നിങ്ങൾ എഴുതി കൂട്ടി വെച്ചോ. ഓരോ ദിവസം തരണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ്. അങ്ങനെ വെക്കണം, അതാണ് വെരി ഗുഡ്. അങ്ങനെ എഴുതി വെക്കണം ഓരോ ചാപ്റ്ററിന്റെ. അപ്പൊ ആ ചാപ്റ്റർ തീർന്നോളൂ. ഇപ്പൊ എന്റെയൊക്കെ വലിയ ചാപ്റ്റർ ആണ്, അപ്പൊ കുറെ ദിവസം എടുക്കുന്നത് തീരാനായിട്ട്. അപ്പൊ അതിനകത്ത് ഒരു 10-40 ചോദ്യമൊക്കെ ഉണ്ടാവുമായിരിക്കും. കാരണം 5 ക്വസ്റ്റ്യൻ വെച്ച് ചിലപ്പോൾ ഒരു 5-8 ക്ലാസ് കൊണ്ടൊക്കെ തീരുള്ളൂ. അപ്പൊ 8 × 5 40 ചോദ്യങ്ങൾ തന്നെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് കിട്ടി. നോക്ക് നിങ്ങള്. അപ്പൊ ചില ചാപ്റ്റേഴ്സ് ഒക്കെ ചെറുതാണ്, ടീച്ചേഴ്സിന് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊക്കെ തീർക്കാം. അപ്പൊ 10 ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവുള്ളൂ. ആ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ച് പഠിക്കാം. ആൻഡ് ആഫ്റ്റർ ഓൾ എല്ലാ ചാപ്റ്റേഴ്സും തീരുമ്പോ ആ ചാപ്റ്ററിൽ നിന്ന് ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ടീച്ചർമാര് വേറെയും തരും. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി നന്നായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ പറ്റും. ഓക്കെ, ഡൗട്ട് ക്ലിയർ ആയോ? ഓക്കെ, എനിത്തിങ് എൽസ്? ഇനി എന്തെങ്കിലും ഉണ്ടോ? അടുത്തത് ഓർത്തോർത്തിട്ട് ഞങ്ങൾ അടുത്ത ദിവസം വരുമ്പോൾ പറയാം. ഓർത്തോർത്ത് വെച്ചോ, ഞാൻ അടുത്ത ദിവസം വരുമ്പോ അതിനുള്ള റിപ്ലൈ തരാം. ഓക്കെ, shall I go now? Thank you, ma'am. Thank you, ma'am. Thank you, ma'am.